എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും നമസ്കാരം. ഹരിപ്രസാദാണ്. ഇന്ന് നമ്മൾ മിഥുനമാസം 1-ാം തീയതി ഈ വരുന്ന 2025 ഉള്ള രാശിമാറ്റങ്ങൾ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് ജ്യോതിഷപരമായിട്ട് തരാൻ പോകുന്നത്. ഇതിൽ നേരത്തെ പറഞ്ഞിട്ടുള്ള അഖണ്ഡ സാമ്രാജ്യ യോഗം, അതുപോലെ തന്നെ മഹാലക്ഷ്മി യോഗം, സരസ്വതി യോഗം, രാജയോഗം, മഹാഭാഗ്യയോഗം, അതുപോലെ തന്നെ ധനയോഗം എന്ന് വേണ്ട എല്ലാ വിധത്തിലുള്ള ഐശ്വര്യപ്രദമായിട്ടുള്ള കാര്യങ്ങളും ഭൂമിയിൽ മനുഷ്യർക്ക് സംഭവിക്കുന്നു, അല്ലെങ്കിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു, സംഭവിക്കാൻ പോകുന്ന പുതിയ അപ്ഡേറ്റുകളാണ് ഇന്ന് നമ്മൾ പ്രധാനമായിട്ട് പറയാൻ പോകുന്നത്. ഇതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രധാനപ്പെട്ട ശുഭഗ്രഹങ്ങളായിട്ടുള്ള ശുക്രൻ, വ്യാഴം, ആദിത്യൻ, ബുധൻ, ശനി, ഇത്രയും ഗ്രഹങ്ങൾ ഉത്തരായന ദിശയിൽ, രാഹു ഉൾപ്പെടെയുള്ള ഗ്രഹങ്ങൾ ഉത്തരായന ദിശയിലാണ് നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ചൊവ്വയും കേതുവും മാത്രമാണ് ദക്ഷിണായന ദിശയിലേക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹം. അപ്പോൾ ദക്ഷിണായനത്തിൽ നിൽക്കുക എന്ന് പറയും, അങ്ങനെ ആ ഒരു സഞ്ചാരം എന്ന് പറഞ്ഞാൽ കേതു പിന്നിലേക്കാണ് സഞ്ചരിക്കുന്നത്. അപ്പം ദക്ഷിണായനത്തിൽ, അതായത് ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത് ആര്? ചൊവ്വയും കേതുവും. നമുക്ക് കർക്കിടക മാസം മുതൽ, കർക്കിടക രാശി മുതൽ ഇങ്ങോട്ട് വരുന്നത് ദക്ഷിണായനവും, കർക്കിടകത്തിന് പുറകിൽ മകരത്തിന് മുകളിലേക്ക് വരുന്ന മകരം മുതൽ കർക്കിടകം വരെയുള്ളവർ ഉത്തരായന ദിശ എന്ന് പറയും. അപ്പോൾ ഏറ്റവും അനുകൂലമായിട്ട് നമുക്ക് ചിന്തിക്കാനും പ്രവർത്തിക്കാനും എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും, എല്ലാ വിഭാഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിഫോമുള്ള തൊഴിൽ ചെയ്യുന്ന ആളുകൾ ഉൾപ്പെടെ എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ടാണ് അതിൻ്റെ ഗുണഫലങ്ങളിൽ നിങ്ങൾക്ക് വിഷമസ്ഥിതി ഉണ്ടാവുന്നത് എന്നുള്ള കാര്യം കൂടെ ചേർത്താണ് ഇന്ന് വീഡിയോ പറയുന്നത്. ഡോക്ടേഴ്സ്, പട്ടാളക്കാർ, പോലീസുകാർ, അഡ്വക്കേറ്റ്, അതുപോലെ തന്നെ IT മേഖലയിൽ ജോലി ചെയ്യുന്നവർ, അതുപോലെ തന്നെ നമ്മുടെ വാഹനവുമായി ബന്ധപ്പെട്ടുള്ള ജോലികൾ, മെക്കാനിക്കുകൾ, അതുപോലെ തന്നെ ഭൂമിയുമായിട്ട് ജോലി ചെയ്യുന്ന ആളുകൾ, പ്ലംബിംഗ് വർക്ക്, വയറിംഗ് വർക്ക് എന്ന് വേണ്ട ഭൂമി നിർമ്മാണ തൊഴിലാളികൾ, ഭൂമി കൈമാറ്റം ചെയ്യുക, ബ്രോക്കറായിട്ട് നിന്ന് ചെയ്യുക, അല്ലെങ്കിൽ ബിൽഡിങ്ങുകളൊക്കെ വെച്ച് കൊടുക്കുക, അല്ലെങ്കിൽ വെൽഡിംഗ് തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ, അങ്ങനെ ഏതൊരു വിഭാഗത്തിൽപ്പെട്ട ഒരാളിനെ എടുത്താൽ, ഇപ്പം ഞാൻ പറയാത്ത വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങളോട് ചേർത്താണ് ഈ വീഡിയോ പറയുന്നത്. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് എന്തൊക്കെയാണ് ഗുണഫലങ്ങൾ, പുതിയ അപ്ഡേറ്റ് അനുസരിച്ച് ജ്യോതിശാസ്ത്രപരമായിട്ട് ഈ വരുന്ന മിഥുനമാസം 1-ാം തീയതി, മെയ് മാസം 15-ാം തീയതിയോടുകൂടി വ്യാഴം, ആദിത്യ, ബുധയോഗം സംഭവിക്കാൻ പോകുന്നു. ഇത് നൂറ്റാണ്ടുകൾ മുന്ന് സംഭവിക്കുന്ന ഒരു കാര്യമാണ്. അത് ഇപ്പോൾ സംഭവിക്കാൻ പോകുന്നു. അതുപോലെ തന്നെ മഹാലക്ഷ്മി യോഗം തൊട്ടരികിൽ തന്നെ നമുക്ക് നിൽക്കുന്നു. ശുക്രൻ്റെ ഒരു വരവ് ഈ വരുന്ന മാസം കൂടെ കഴിയുന്നതോടുകൂടി മിഥുനൻ രാശിയിലേക്ക് ശുക്രൻ പ്രവേശിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ നിലവിൽ മേടത്തിലാണ് ശുക്രൻ നിൽക്കുന്നത്. അപ്പോൾ ശനിയുടെ സ്ഥിതി മീനൻ രാശിയിലാണ്, ചൊവ്വയുടെ സ്ഥിതി ചിങ്ങൻ രാശിയിലാണ്, കേതുവിൻ്റെ സ്ഥിതി ചിങ്ങൻ രാശിയിലാണ്, രാഹു കുംഭത്തിലാണ്. അതിന് മാറ്റം ഇപ്പോൾ ഉടനെ ഇല്ല. ഒക്ടോബർ മാസത്തോടു കൂടി നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു രാശിമാറ്റം വരുന്നുണ്ട്. അതുകൂടി ചേർത്ത് പിന്നീടുള്ള വീഡിയോയിൽ പറയാം. ഇപ്പോൾ നമുക്ക് പ്രധാനമായിട്ട് ഈ മാസം മുതൽ, ഈ വരുന്ന മിഥുനമാസം മെയ് മാസം 15-ാം തീയതി മുതൽ ഒരു മാസത്തേക്ക് സംഭവിക്കുന്ന സംഭവവികാസങ്ങൾ, അല്ലെങ്കിൽ നമുക്ക് വരാൻ പോകുന്ന ഗുണഫലങ്ങൾ, ഇതെങ്ങനെയാണ് നമുക്ക് അനുകൂലത്തിലാക്കിയെടുക്കേണ്ടത്, ഇത്തരം കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു ചെറിയ വിവരണമാണ് ഇന്ന് തരാൻ പോകുന്നത്. ഈ വീഡിയോ മുഴുവനായിട്ട് കണ്ടെങ്കിൽ മാത്രമേ ഞാൻ പറയുന്നത് എന്താണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. കേവലം ജ്യോതിശാസ്ത്രപരമായിട്ടുള്ള ഫലസിദ്ധികൾ മാത്രം പറഞ്ഞു പോകുക എന്നുള്ള ഒരു രീതിയിലല്ല ഞാൻ ജ്യോതിഷം പറയുന്നത്. നിങ്ങൾക്ക് ജ്യോതിഷത്തെ മനസ്സിലാക്കാനും തുടർന്ന് അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ, അല്ലെങ്കിൽ രാശി പകർച്ച, നിങ്ങൾക്ക് ഒരു പഞ്ചാംഗമോ അല്ലെങ്കിൽ ഈ രാശിമാറ്റമുള്ള കലണ്ടറുകൾ കിട്ടും. അപ്പോൾ ആ കലണ്ടറുകൾ നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് തന്നെ ഈ ഓരോ ഗ്രഹങ്ങളുടെയും രാശി പകർച്ച കൊണ്ട് നമുക്ക് അനുകൂലമാണോ പ്രതികൂലമാണോ എന്ന് നമുക്ക് സ്വയം ചിന്തിക്കാൻ പറ്റുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങളെ കൊണ്ട് എത്തിക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നു. ആ ഒരു രീതിയിലും കൂടി ചേർത്താണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് നമുക്ക് നോക്കാൻ പോകുന്നത് സൂര്യൻ്റെ രാശിമാറ്റം മിഥുനൻ രാശിയിലോട്ട് മാറുന്നു. വ്യാഴം, ബുധൻ, ഇതാണ് മിഥുനൻ രാശി എന്ന് പറയുന്നത്. ഇനി പ്രധാനമായിട്ട് ഈ വീഡിയോ കാണുന്ന ആളുകൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ഗ്രഹനില എടുത്ത് കയ്യിൽ വെക്കുക. അതിൽ ചന്ദ്രൻ എവിടെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് കാര്യം മനസ്സിലാകും. അപ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, കാലുകാര്, മേടക്കൂറിലായിരിക്കും, ഇവിടെ ആയിരിക്കും നിങ്ങളുടെ ചന്ദ്രൻ വരുന്നത്. കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തര വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. മകേരത്തരയും തിരുവാതിരയും പുണർത്തത്തിൽ മുക്കാല് വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. പൂയമനിഴം, ഉത്രട്ടാതി വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെ ആയിരിക്കും. മകം പൂര ഉത്രത്തിക്കാല് വരുന്നവർക്ക് ചന്ദ്രൻ ചിങ്ങൻ രാശിയിലായിരിക്കും.
ഉത്തരത്തിൽ മുക്കാലും അത്തവും ചിത്തിരയരയും വരുന്നവർക്ക് കന്നിക്കൂറിലായിരിക്കും. ചിത്തിരയരയും ചോതിയും വിശാഖത്തിൽ മുക്കാലും വരുന്നവർക്ക് തുലാക്കൂറിലായിരിക്കും. അതുപോലെ വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്നവർക്ക് ചന്ദ്രൻ വൃശ്ചികക്കൂറിലായിരിക്കും. മൂലം പൂരാട ഉത്രാടത്തിൽ കാലുകാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. ഉത്രാടത്തിൽ മുക്കാലും തിരുവോണം അവിട്ടത്തര വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. അതുപോലെ തന്നെ അവിട്ടത്തരയും ചതയോ പൂരുരുട്ടാതി മുക്കാലും വരുന്നവർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. പൂരുരുട്ടാതി കാൽ ഉത്തരട്ടാതി രേവതി വരുന്ന മീനക്കൂറുകാർക്ക് ചന്ദ്രൻ ഇവിടെയായിരിക്കും. അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഗ്രഹസ്ഥിതി 12 കളം വരുന്ന ഗ്രഹസ്ഥിതി എടുത്ത് കിഴക്കോട്ട് തിരിച്ചു വെച്ചിട്ട് ലെഫ്റ്റ് സൈഡിൽ കോർണർ വരുന്നത് മീനമാണെന്ന് അടയാളപ്പെടുത്തുക. അത് കഴിഞ്ഞ് വരുന്നത് മേടം, ഇടവം, മിഥുനം. ഈ കോർണർ വരുന്നത് മിഥുനം. കർക്കിടകം തൊട്ടടുത്തത് അടുത്തത് ചിങ്ങം, കന്നിമൂല. തെക്ക് പടിഞ്ഞാറ് മൂല വരുന്നത് കന്നിമൂല. അപ്പം തെക്ക് നമ്മളിങ്ങനെ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ തെക്ക് പടിഞ്ഞാറ് റൈറ്റ് സൈഡിലെ മൂല വരുന്നത് കന്നിമൂല. പിന്നെ തുലാം, വൃശ്ചികം. ഈ മൂല വരുന്നത് ധനു, മകരം, കുംഭം, മീനം. അപ്പം കോൺ രാശികൾ എന്ന് പറയുന്നത് മീനം, മിഥുനം, കന്നി, ധനു. ഇതാണ് കോൺ രാശികൾ എന്ന് പറയുന്നത്. സാധാരണ കോണിൽ വരുന്ന രാശികൾ. നമുക്ക് ശിലാസ്ഥാപനം, കല്ലുകളൊക്കെ ഇടാൻ പാടില്ലാത്ത മാസങ്ങൾ എന്ന് പറയും കോൺ മാസങ്ങൾ. അതുപോലെ തന്നെ കർക്കിടകം, കുംഭം, അതുപോലെ തന്നെ കന്നി. ഈ മാസങ്ങളിൽ നമുക്ക് വിവാഹാദി കാര്യങ്ങൾ, ശുഭകാര്യങ്ങളൊന്നും ചെയ്യരുത് എന്ന് പറയാറുണ്ട്. കർക്കിടകം, കന്നി, കുംഭം. കാ ഓർത്തിരുന്നാൽ മതി. അപ്പം ഇത് നിങ്ങൾക്കൊരു അറിവാണ് ഞാൻ പകർന്നു തരാൻ ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് അറിയാവുന്നവരുണ്ടാകും, അറിയാൻ പാടില്ലാത്തവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. കർക്കിടകം, കന്നി, കുംഭം വരുന്നതും മംഗല്യ സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നടത്താൻ പാടില്ലാത്തതും ഈ കോണിൽ വരുന്ന മീനമാസം, മിഥുനമാസം, കന്നിമാസം, ധനുമാസത്തിൽ നമ്മളൊരു പുതിയ സംരംഭം തുടങ്ങുക, അല്ലെങ്കിൽ ശിലാസ്ഥാപന കർമ്മങ്ങൾ ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മുതിരാതിരിക്കുക എന്നുള്ളതും കൂടി ഈ ജ്യോതിശാസ്ത്രപരമായിട്ട് നമുക്ക് നിങ്ങളെ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. അതുകൂടാതെ ഇപ്പോഴത്തെ ഒരു ഗ്രഹസ്ഥിതി നമ്മൾ പറയുന്നതോടുകൂടി തന്നെ നിങ്ങളുടെ ജാതകപരമായിട്ട് നിങ്ങളുടെ ഗ്രഹസ്ഥിതിയും കൂടി നിങ്ങൾ അടയാളപ്പെടുത്തിയിട്ട് ഞാൻ ഇനി പറയാൻ പോകുന്നത് 2ാം ഭാവം, 3ാം ഭാവം അല്ലെങ്കിൽ 4ാം ഭാവം എന്നുള്ള രീതിയിലല്ല പറയാൻ പോകുന്നത്. ആ ഭാവത്തിൻ്റെ സ്ഥിതി കൊണ്ട് നമുക്ക് എങ്ങനെയാണ് അതിൻ്റെ ഗുണഫലങ്ങൾ അറിയാൻ പറ്റുന്നത് എന്നുകൂടിയാണ് പറയാൻ പോകുന്നത്. അപ്പം നിങ്ങളുടെ ജാതകപ്രകാരം നിങ്ങൾ ഇപ്പം പ്രധാനമായിട്ട് നമ്മൾ ഇന്ന് ജ്യോതിശാസ്ത്രം പറയാൻ പോകുന്നത് 2, 3, 4 ഗ്രഹങ്ങളെ മാത്രം ഉൾപ്പെടുത്തിയിട്ടല്ല. ശുക്രൻ, ശനി, രാഹു, ചൊവ്വ, കേതു, ആദിത്യൻ, വ്യാഴം, ബുധൻ, ചന്ദ്രൻ ഇവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ചന്ദ്രൻ്റെ സഞ്ചാരം എന്ന് പറയുന്നത് ഇത് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ ഭൂമിയെ ചന്ദ്രൻ വലം പിടിച്ച് വരുന്നതിന് 28 ദിവസം കൊണ്ട് ചന്ദ്രൻ ഒരു രാശി മുഴുവൻ കടക്കും. അതുകൊണ്ട് ചന്ദ്രനെ നമുക്ക് ഒരിടത്ത് അടയാളപ്പെടുത്താനൊക്കത്തില്ല. ഇന്ന് ചന്ദ്രൻ ഇവിടെയാണെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും, അത് കഴിഞ്ഞ് 2 ദിവസം കഴിയുമ്പോൾ ഇവിടെ ആയിരിക്കും, അത് കഴിയുമ്പോൾ 2 ദിവസം കഴിയുമ്പം ഇങ്ങനെയായിരിക്കും. 28 ദിവസം കൊണ്ട് എല്ലാ നക്ഷത്രങ്ങളിലും 27 നക്ഷത്രങ്ങളിലും ചന്ദ്രൻ സഞ്ചരിക്കുന്നത് കൊണ്ടാണ് നമുക്ക് അങ്ങനെ സംഭവിക്കുന്നത്. ഇത്രയും കാര്യം പറഞ്ഞതിന് ശേഷം നമുക്ക് ഇന്ന് പ്രധാനമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ശുക്രൻ മേടത്തിലാണ്, മേടൻ രാശിയിലാണ് ശുക്രൻ ഉള്ളതെന്നും, മിഥുനൻ രാശിയിലാണ് ആദിത്യൻ, വ്യാഴം, ബുധൻ എന്നീ ഗ്രഹങ്ങൾ ഉള്ളതെന്നും, അതുപോലെ തന്നെ ചൊവ്വ, കേതു ചിങ്ങൻ രാശിയിലാണെന്നും, രാഹു കുംഭൻ രാശിയിലാണെന്നും, ശനി മീനൻ രാശിയിലാണെന്നും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക. ഇതിലിപ്പോൾ രാശി മാറാൻ പോകുന്നത് ഈ 22/6/2025 ബുധൻ ഇപ്പോൾ നിൽക്കുന്ന രാശിയിൽ നിന്നും കർക്കിടകൻ രാശിയിലേക്ക് വരും 22/6. 29/6 ശുക്രൻ ഇവിടെ നിന്നും ഇടവൻ രാശിയിലേക്കും രാശി മാറും. ഇത്രയുമാണ് ഏറ്റവും പുതിയ അപ്ഡേറ്റ് എന്ന് പറയുന്നത്. അത് കഴിഞ്ഞ് വരുന്ന മാസം, ഇടവമാസം എന്ന് പറയുന്ന മാസം മുതൽ ശുക്രൻ ഇങ്ങോട്ട് മാറുന്നതിൻ്റെ ഒരു ഫലം എന്ന് പറഞ്ഞാൽ അതിവിശേഷപ്പെട്ട ഫലമാണ് വരാൻ പോകുന്നത്. ആ ഫലം ഇടവെന്ന് വെച്ചാൽ ഇടവത്തിൻ്റെ സ്വക്ഷേത്രത്തിലേക്കാണ് ശുക്രൻ്റെ പ്രവേശം. ഉച്ചരാശി വിട്ട് 2ാമത്തെ മാസം ആകുമ്പോഴത്തേക്കിന് ഇടവമാസത്തിലേക്ക് 29/6/2025 കടക്കുന്നതോടുകൂടി മഹാഭാഗ്യം ഭൂമിയിൽ ആകമാനം ഉണ്ടാകുമെന്നാണ് പൊതുവെ ജ്യോതിശാസ്ത്രം കണക്കൂട്ടി പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ചൊവ്വ ഇപ്പോൾ നിലവിൽ കേന്ദ്രസ്ഥാനത്താണ് സഞ്ചരിക്കുന്നത്. കേന്ദ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ നീചത്തിൽ നിന്നും അടുത്ത ചിങ്ങൻ രാശിയിലേക്ക് പ്രവേശിച്ചതോടുകൂടി ചൊവ്വ അതിശക്തമായിട്ടുള്ള ബലം വർദ്ധിച്ച് കൈവരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വ നിൽക്കുന്ന രാശി എന്ന് പറഞ്ഞാൽ ചിങ്ങൻ രാശിയിലാണ് നിൽക്കുന്നത്. ചിങ്ങം രാശിക്കാർക്ക് യോഗകാരകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ചൊവ്വയാണ്. കർക്കിടക കൂറുകാർക്ക് യോഗകാരകൻ ആരാണ് എന്ന് ചോദിച്ചാൽ അത് ചൊവ്വയാണ്. അത് നിങ്ങൾ ആർക്കും മനസ്സിലായി. യോഗകാരകൻ, നിങ്ങൾക്ക് യോഗങ്ങളുണ്ട്. സരസ്വതി യോഗം, ലക്ഷ്മി യോഗം, കേദാര യോഗം, അതുപോലെ തന്നെ ഭൂമി യോഗം, അതുപോലെ തന്നെ രാജയോഗം, അതുപോലെ തന്നെ കേമദ്രുമ യോഗം, ഭദ്രയോഗം, മഹാപുരുഷ യോഗം എന്ന് പറയുന്ന ഒരുപാട് യോഗങ്ങളുടെ
അധിപൻ, എല്ലാ യോഗങ്ങളെയും അനുഭവിപ്പിക്കുന്ന ഗ്രഹമായിട്ട് നമുക്ക് ചൊവ്വയെ കണക്ക് കൂട്ടാം. അതും കൂടി കണക്ക് കൂട്ടാവുന്ന ഗ്രഹമാണ് ചൊവ്വ എന്ന് പറയുന്നത്. അപ്പം കർക്കിടക കൂറുകാരിൽ വരുന്നത് പുണർദത്തിൽ കാലും പൂയോ ആയില്യം വരുന്ന കർക്കിടക കൂറുകാർക്ക് ചൊവ്വ യോഗകാരകനാണ്. നിങ്ങൾക്ക് ധനസ്ഥാനത്താണ് ഇപ്പോൾ ചൊവ്വ നിൽക്കുന്നത്. നിങ്ങൾ അങ്ങനെ എഴുതി വെക്കണം. ഇനി അങ്ങനെയാണ് ഞാൻ സ്ഥാനങ്ങൾ പറയാൻ പോകുന്നത്. നേരത്തെ 2ാം ഭാവം 3ാം ഭാവം എന്ന് പറയും, ആർക്കും അറിയാനൊക്കത്തില്ല. ഇനി പുതുതായിട്ട് പറയുന്നത് അങ്ങനെ പറയാൻ ശ്രമിക്കുവാണ് നമ്മുടെ വാഗുണ്ട്. അടുത്തതായിട്ട് ചൊവ്വ ചിങ്ങക്കൂറുകാർ മകം പൂര ഉത്തരത്തിൽക്കാലുകാർക്ക് ജന്മത്തിലാണ് നിൽക്കുന്നത്. ജന്മം എന്ന് വെച്ചാൽ നിങ്ങളോടൊപ്പം, നിങ്ങളുടെ ദേഹത്ത്, നിങ്ങളുടെ കൂടെ, നിങ്ങളുടെ ആവശ്യങ്ങൾക്കായിട്ട് നിൽക്കുന്നു. കേതുവും നിൽപ്പുണ്ട് അവിടെ തന്നെ. അപ്പോൾ ജന്മത്തിൽ നിൽക്കുന്ന ചൊവ്വ ഇവിടെ നിൽക്കുന്നു. അടുത്തതായിട്ട് നമ്മൾ ശുക്രൻ വരുന്നത് അശ്വതി ഭരണി കാർത്തികകാലുകാർക്ക് ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്നു. ശുക്രൻ അവിടുന്ന് നിങ്ങൾക്ക് ധനസ്ഥാനത്തേക്ക് മാറുന്നു 29/6/2025. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പം ജന്മത്തിൽ നിൽക്കുന്നതിൻ്റെ ഡബിൾ ഫലമാണ് ധനസ്ഥാനത്തേക്ക് മാറുമ്പോൾ. അടുത്തതായിട്ട് മിഥുനക്കൂറുകാർക്ക് ജന്മത്തിൽ ആദിത്യൻ വ്യാഴം ബുധൻ, ആദിത്യ ബുധ വ്യാഴ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റാണ്ടുകൾ 100 വർഷങ്ങളൊക്കെ മാറുമ്പോൾ ഉണ്ടാകുന്ന ഒരു വിശേഷമാണ് ഒരുമിച്ച് ഒരു രാശിയിൽ വരിക എന്ന് പറയുന്നത്. അപ്പം അത് സംഭവിച്ചിരിക്കുന്നു. അത് ഈ വരുന്ന 27 നക്ഷത്രക്കാർക്കും 12 കൂറുകാർക്കും ഓരോ തരത്തിൽ അതിൻ്റെ ഗുണഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ് അതിൻ്റെ സവിശേഷത. അപ്പോൾ നമ്മൾ വിചാരിക്കും മിഥുനക്കൂറുകാർക്കല്ലേ, മിഥുനത്തിലല്ലേ ആദിത്യം നിൽക്കുന്നത്, പിന്നെ ഞങ്ങൾക്ക് എന്താണ് എന്ന് ചോദിക്കുന്ന ആളുകളോടാണ് ഇത് പറയുന്നത്. നിങ്ങൾക്ക് ആദിത്യ ബുധ വ്യാഴ യോഗം മിഥുനൻ രാശിയിൽ ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് പറയുന്നു മീനക്കൂറുകാർക്ക് നിങ്ങൾക്ക് ഗൃഹം വാഹന സ്ഥാനത്താണ് ഇത് വരുന്നത്. അങ്ങനെ ഞാൻ സ്ഥാനം പറയാൻ പോകും. നേരത്തെ 4 ഭാവത്തിൽ 5ാം ഭാവത്തിലാണ് പറയുന്നത്. മീനക്കൂറുകാർക്ക് ധനം, ഗൃഹം, വാഹനം, അതുപോലെ നമ്മുടെ കുടുംബപരമായിട്ടുള്ള ഐശ്വര്യം, അതുപോലുള്ള ഭാവങ്ങളിലേക്ക് 4ാം ഭാവത്തിലേക്ക് മിഥുനത്തിലേക്ക് മാറുമ്പോൾ ഉണ്ടാകും. അടുത്തതായിട്ട് മേടക്കൂറുകാർക്ക് സഹോദരസ്ഥാനം, കുടുംബസ്ഥാനത്തേക്കാണ് ആര് മാറുന്നത്? ആദിത്യ വ്യാഴ ബുധയോഗം ഉണ്ടാകുന്നത്. ഇടവക്കൂറുകാർക്ക് ധനസ്ഥാനത്തേക്കാണ് ഉണ്ടാകാൻ പോകുന്നത്. ആ സ്ഥാനം മനസ്സിലാക്കണം. നിങ്ങൾക്ക് 2ാം ഭാവം ധനസ്ഥാനം. മിഥുനക്കാർക്ക് ജന്മം എന്ന് വെച്ചാൽ നമ്മുടെ കൂടെ, നമ്മളോടൊപ്പം തന്നെ സഞ്ചരിക്കുന്നു. അത് വളരെയധികം ഗുണമാണ്. ഇപ്പം നമ്മുടെ കൂടെ നമ്മുടെ പിതാവോ അല്ലെങ്കിൽ നമ്മൾക്ക് വേണ്ടപ്പെട്ടവരോ നമ്മളെവിടെയെങ്കിലും പോകുമ്പോൾ നമ്മളോടൊപ്പം കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടെന്ന് വരി നമുക്കൊരു ധൈര്യമല്ലേ. അപ്പം അത്രത്തോളം ഗുണഫലം മിഥുനക്കാർക്ക്. കർക്കിടകൂറുകാർക്ക് നഷ്ടസ്ഥാനത്ത്, കർക്കിടകത്തിൽ പുണർദത്തിൽ കാലും പൂയോ ആയില്യക്കാർക്ക് 12ൽ നഷ്ടസ്ഥാനത്ത്. ഈ സ്ഥാനം പറയുമ്പോൾ നിങ്ങൾക്ക് ഒരു 10 വീഡിയോ കൂടെ ആക്കി കഴിയുമ്പോഴത്തേക്കിന് നിങ്ങൾ ഇങ്ങോട്ട് ജ്യോതിഷം പറയാൻ തുടങ്ങും. അതുപോലെ ഞങ്ങളുടെ ജോലി കഴിയും. അത് കഴിയുമ്പോൾ തിരുമേനി ഒന്നും പറയേണ്ട കാര്യമില്ല. വ്യാഴം ഇപ്പം നഷ്ടസ്ഥാനത്താണ് നിൽക്കുന്നത്. നമുക്ക് ഇച്ചിരി നഷ്ടമൊക്കെ ഉണ്ട്. അപ്പോൾ വ്യാഴത്തിന് വേണ്ടിയിട്ടുള്ള പ്രതിവിധികൾ ചെയ്യേണ്ടി വരാം, അല്ലെങ്കിൽ ഞങ്ങൾ ചെയ്തോളാം. പിന്നെ നിങ്ങൾ ആരുടെയും ജ്യോതിഷം ചാനൽ നോക്കത്തില്ല. ഇപ്പം നമ്മൾ ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ പറഞ്ഞു പോവുകയാണ്. നമ്മളിങ്ങനെ ജ്യോതിഷം കൂടെ കൈകാര്യം ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ളവരുടെ വീഡിയോ കൂടെ കയറി വരും. അപ്പോൾ ഡെയിലി ഇന്നത്തെ ഡേറ്റ് എന്താണ്? 12/6/25 ഇത് സംഭവിക്കും. ഈ നക്ഷത്രക്കാർ നിങ്ങളുടെ വീട്ടിലുണ്ടോ? ഇതാണ് ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. അതായത് തമ്പനയിൽ എന്ന് പറയും. ഈ തമ്പനയിൽ ഇട്ടിരിക്കുന്നതാണ്. നമ്മൾ തുറന്നു നോക്കുമ്പോഴത്തേക്കിനും ഒന്നുമില്ല അതിനകത്ത്. ഒരു കാര്യമില്ല. ആളും കാണത്തില്ല, മുഖവും കാണത്തില്ല, ഒന്നും കാണത്തില്ല. കുറച്ച് പരസ്യവും കയറി വരും. അവർക്ക് കുറച്ച് പൈസ ഉണ്ടാക്കാൻ വേണ്ടി. അടുത്ത ദിവസം 13/6/2025 ഇന്ന് ഇത് സംഭവിക്കും. നമ്മൾ പെട്ടെന്ന് അയ്യോ എന്താ സംഭവിക്കാൻ വന്നത്? ഈ നക്ഷത്രക്കാരിൽ നിങ്ങൾ അച്ഛനും അമ്മയും മക്കളും ഉണ്ടോ? അതായിരിക്കും ക്യാപ്ഷൻ ഇട്ടിരിക്കുന്നത്. ഒന്നും കാണത്തില്ല. അപ്പോൾ അതല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. അങ്ങനെ പറയുന്നത് ഈ ജ്യോതിശാസ്ത്രത്തെ തെറ്റായി വ്യാഖ്യാനിക്കുക. നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു കാര്യം, നമുക്കൊരു കാര്യം അറിവുണ്ടാകണം, എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ഒരു അറിവ് വേണം. ഒരു വെബ്സൈറ്റ് തുടങ്ങുന്നത് എങ്ങനെ, അല്ലെങ്കിൽ നമുക്ക് ഒരു കാര്യത്തിന് മേടിക്കാൻ പോകുന്നത് എങ്ങനെ, ഒരു സാധനം റിപ്പയർ ചെയ്യുന്നത് എങ്ങനെ, അല്ലെങ്കിൽ ഇത് ശരിയാക്കുന്നത് എങ്ങനെ എന്ന് ചോദിച്ചായിരിക്കും നമ്മൾ യൂട്യൂബിനകത്ത് കയറി അറിയാൻ വേണ്ടിയിട്ട് നോക്കുമ്പം ഇങ്ങനെ ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് അതെന്താണെന്ന് നമുക്ക് മനസ്സിലാവത്തില്ല. വെറുതെ അരമണിക്കൂർ 3/4 മണിക്കൂർ 4-5 പരസ്യം കണ്ടിട്ട് TV ചാനൽ കണ്ടിട്ട് നമുക്ക് പിന്നെ ഇത് ഓപ്പൺ ചെയ്യാൻ പോലും തോന്നത്തില്ല. നമ്മളിവിടുന്ന് കോഴിക്കോട് പോകുന്ന വഴി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ കന്യാകുമാരി വഴി അങ്ങനെ കറങ്ങി തിരിച്ച് വന്ന് കൊല്ലത്തോട്ട് പോകാം. നമ്മൾ നിൽക്കുന്ന കൊല്ലത്തായിരിക്കും നിൽക്കുന്നത്. ഇവർ കന്യാകുമാരി കൊണ്ടുപോയിട്ട് നമ്മളെ അങ്ങോട്ട് കൊണ്ടുപോകേണ്ട കാര്യമില്ലല്ലോ. അപ്പം ഇങ്ങനെ കൊണ്ടുപോകുകയാണെങ്കിൽ നമുക്ക് പിന്നെ നോക്കാം ഓപ്പൺ ചെയ്യാൻ തോന്നുമോ? ഇതിൻ്റെ കൂട്ടത്തിൽ ഇതുകൂടെ നമ്മളങ്ങ് പറഞ്ഞു പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് നമ്മൾ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യാഴം, ആദിത്യൻ, ബുധൻ വരുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് ജന്മത്തിൽ കർക്കിടകൂറുകാർക്ക് 12ൽ എന്ന് പറഞ്ഞാൽ നഷ്ടസ്ഥാനത്താണ് നിങ്ങൾക്ക് ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ട് കുറച്ച് പ്രതികൂല സ്ഥിതിയുണ്ട്. പക്ഷേ നിങ്ങളുടെ ധനസ്ഥാനത്ത് ചൊവ്വയും കേതുവും നിൽപ്പുണ്ട്.
അപ്പോൾ കേതു ജനസ്ഥാനത്ത് വരുന്നത് എപ്പോഴും നമുക്ക് നല്ലതല്ല എങ്കിൽ പോലും ചൊവ്വയുടെ സ്ഥിതി വളരെയധികം ഗുണങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥിതിയാണ്. അത് കഴിഞ്ഞാൽ കർക്കിടകത്തിലേക്ക് 22/6 ബുധൻ്റെ പ്രവേശം വരുന്നുണ്ട്. അതൊരു വലിയ അനുകൂലമായിട്ടുള്ള ഒരു പ്ലസ് പോയിൻ്റായിട്ട് പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒക്ടോബർ മാസം ആകുമ്പോൾ വ്യാഴം നിങ്ങൾക്ക് ജന്മത്തിലേക്ക് ഒരു ചെറിയ കാലയളവിലേക്ക് രാശി മാറുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ഗുണഫലങ്ങൾ വരുന്നതോടുകൂടി 2 മാസം കൂടെ കഴിയുമ്പോൾ ശുക്രൻ തിരിച്ച് നമുക്ക് കർക്കിടകം മുതൽ ഇങ്ങോട്ട് കയറാൻ പോവുക, കർക്കിടകത്തിലോട്ട് വരാൻ പോവുകയാണ്. അത് ആഗസ്റ്റ് മാസത്തോടു കൂടിയൊക്കെ ആകും. അപ്പോൾ ഇപ്പം നമ്മൾ പറഞ്ഞു വരുന്ന ഇത്രയും കാര്യങ്ങൾ പോയിന്റുകളാണ് പറഞ്ഞിട്ടുള്ളത്. രാഹു ഇപ്പം നിൽക്കുന്നത് എവിടെയാണ്? കുംഭത്തിലാണ് നിൽക്കുന്നത്. അവിടെ ആരൊക്കെയുണ്ട്? അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലിലുമാണ് ആര് സഞ്ചരിക്കുന്നത്? രാഹു സഞ്ചരിക്കുന്നത്. ശനി നിൽക്കുന്നത് മീനൻ രാശിയിൽ. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി പ്രധാനമായിട്ട് നിങ്ങൾക്ക് അറിയാൻ വയ്യാത്ത ഒരു കാര്യമാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഇപ്പം നമുക്ക് അറിയാൻ പറ്റും വ്യാഴം മിഥുനൻ രാശിയിലാണ് നിൽക്കുന്നത്. അപ്പം മിഥുനൻ രാശിയിൽ നിൽക്കുന്ന വ്യാഴം ഏത് നക്ഷത്രത്തിലാണ് നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മകയിരത്തരയും തിരുവാതിരയും പുണർദത്തിൽ മുക്കാലും 2.5 നക്ഷത്രമുണ്ട് മിഥുന രാശിയിൽ. ഇപ്പോൾ തിരുവാതിരയിലാണ് വ്യാഴം സംക്രമിച്ചിരിക്കുന്നത്. തിരുവാതിര നക്ഷത്രത്തിലൂടെയാണ് ആൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ആര്? വ്യാഴം പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മകയിരത്തിലല്ല നിൽക്കുന്നത്. മകയിരത്തലയും തിരുവാതിരയിലാണ് നിൽക്കുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഇനി പുണർദത്തിലോട്ട് രാശി മാറാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇപ്പം വ്യാഴം നിൽക്കുന്നത് തിരുവാതിര നക്ഷത്രത്തിലൂടെയാണ് ആര് പോകുന്നത്? വ്യാഴം പോകുന്നത്. അത് കഴിഞ്ഞാൽ അടുത്തതായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ശനിയാണ്. ശനി ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ഉത്രട്ടാതിയുടെ 2ാം പാദത്തിലാണ് ആര് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്? ശനി സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതൊരു ചാനലിലും ആരും പറഞ്ഞു തരത്തില്ല. അവരെല്ലാം മോശം, ഞാൻ നല്ലതെന്നല്ല പറയുന്നത്. ഇത് അങ്ങനെയാണ്. ശനി ഇപ്പം സഞ്ചരിക്കുന്നത് എവിടെയാ? ഉത്രട്ടാതി നക്ഷത്രം 2ാം പാദത്തിലാണ് ശനിയുടെ സഞ്ചാരം. അപ്പം പൂരുരുട്ടാതികാൽ ഉത്രട്ടാതി രേവതി നക്ഷത്രക്കാരാണ്. അപ്പം പൂരുരുട്ടാതികാലുള്ളവരോ പൂരുരുട്ടാതി നക്ഷത്രക്കാർക്കോ അവിട്ടത്തരക്കാർക്കോ ചതയക്കാർക്കോ ഒരു കാരണവശാലും ഇപ്പം ശനിയുടെ ഒരു കാര്യത്തിൽ പേടിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് 2ാം ഭാവത്തിൽ ആൾ അവിടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ. നിങ്ങളെ ബാധിക്കുന്നില്ല, അല്ലെങ്കിൽ ദോഷമായിട്ടുണ്ടെങ്കിൽ അത് ബാധിക്കുന്നില്ല. ഇപ്പം സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് നിലവിൽ നമ്മൾ പറഞ്ഞ പോലെ ഏത് നക്ഷത്രം? ഉത്രട്ടാതി നക്ഷത്രം 2ാം പാദത്തിൽ. അടുത്തതായിട്ട് നമ്മൾ ചൊവ്വ എവിടെ നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ ചൊവ്വ നിൽക്കുന്നത് മകൻ നക്ഷത്രം 2ാം പാദത്തിലാണ് ചൊവ്വ ഇപ്പം നിലവിൽ നിൽക്കുന്നത്. ഞാൻ കണക്കൂട്ടി എഴുതി വെച്ചേക്കുന്നതും കൂടെ ഒന്ന് നോക്കിയിട്ട് ക്ലിയർ ചെയ്ത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ കേതു നിൽക്കുന്നത് ഉത്തരം നക്ഷത്രത്തിലാണ്. ഇപ്പം മകം പൂര ഉത്തരത്തെ നക്ഷത്രത്തിലാണ് ആര് നിൽക്കുന്നത്? കേതു നിൽക്കുന്നത്. ഉത്തരം 1ാം പാദത്തിലാണ് നിൽക്കുന്നത്. അപ്പം ചിന്തിക്കണം, മകം പൂര ഉത്തരത്തെ കാലിലാണ് ആര് നിൽക്കുന്നത്? കേതു നിൽക്കുന്നത്. അടുത്തതായിട്ട് രാഹു എവിടെ നിൽക്കുന്നു എന്ന് പറയാം. പൂരുരുട്ടാതി 3ാം പാദത്തിലാണ്. പൂരുരുട്ടാതി മുക്കാലിലാണ് ആര് നിൽക്കുന്നത്? രാഹു നിൽക്കുന്നത്. രാഹു ഇനി പുറമോട്ടാണ് വരുന്നത്. പൂരുരുട്ടാതി കഴിഞ്ഞ് അതിൻ്റെ തൊട്ട് പുറകിലുള്ള ചതയത്തിലോട്ട് വരത്തേ ഉള്ളൂ. ഇപ്പം നിൽക്കുന്നത് പൂരുരുട്ടാതി നക്ഷത്രം 3ാം പാദത്തിലാണ്. അടുത്തതായിട്ട് ശുക്രൻ നമുക്ക് ഭരണി നക്ഷത്രത്തിലാണ് ആര് നിൽക്കുന്നത്? ശുക്രൻ നിൽക്കുന്നത്. കാരണം നിങ്ങൾ ഒരു കാര്യം കൂടെ പെട്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അശ്വതി ഭരണി കാർത്തിക രോഹിണി മകേരം തിരുവാതിര, ഇങ്ങനെ അശ്വതി ഭരണി കാർത്തിക മുക്കാൽ രോഹിണി മകേരത്തര തിരുവാതിര പുണർദത്തിൽ മുക്കാല് പുണർദത്തിൽ കാല് പൂയോ ആയില്ല, ഇങ്ങനെ റൗണ്ട് അടിച്ച് ഈ നക്ഷത്രങ്ങൾ കൈകോർത്ത് നിൽക്കുക എന്ന് വിചാരിക്കുക. 27 നക്ഷത്രങ്ങൾ കൈകോർത്ത് നിൽക്കുകയാണെങ്കിൽ ഇങ്ങനെ ഓരോ നക്ഷത്രത്തിലൂടെയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് ഇനി പ്രധാനമായിട്ട് വ്യാഴം നമ്മൾ പറഞ്ഞു തിരുവാതിരയിലാണെന്ന് പറഞ്ഞു. അടുത്തതായിട്ട് ബുധൻ ഏത് നക്ഷത്രത്തിലാണ് എന്നുള്ളത് നോക്കാം. ബുധൻ തിരുവാതിരയിലാണ് നിൽക്കുന്നത്. അപ്പം ബുധനും തിരുവാതിരയിലാണ്, വ്യാഴം തിരുവാതിരയിലാണ് നിൽക്കുന്നത്. ശുക്രൻ നിൽക്കുന്നത് ഭരണി നക്ഷത്രത്തിലാണ് ഇപ്പം നിൽക്കുന്നത്. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ പൊതുവിലുള്ള ഫലസിദ്ധിയാണ് പറയാൻ പോകുന്നത്. നമ്മൾ തുടക്കം മുതൽ ഉള്ള രാശിക്കാരുടെ കാര്യം പറയും. ഇത് ആദിത്യനെ, സൂര്യനെ പ്രധാനമാക്കിക്കൊണ്ടാണ് ഇന്ന് നമ്മൾ ജ്യോതിഷം പറയുന്നത്. അപ്പം ചിങ്ങക്കൂറുകാർക്ക് ഇപ്പോൾ നിലവിൽ ലാഭസ്ഥാനത്താണ് ആദിത്യൻ നിൽക്കുന്നത്, വ്യാഴം നിൽക്കുന്നത്, ബുധൻ നിൽക്കുന്നത്. അപ്പോൾ ചിങ്ങക്കൂറുകാർക്ക് പൊതുവിൽ കേതുവിൻ്റെ സ്ഥിതി അവിടെ ഉണ്ടെങ്കിലും ഏറ്റവും അനുകൂലമായിട്ടുള്ള സ്ഥിതിയാണ്. ചിങ്ങക്കൂറിൽ വരുന്ന എല്ലാവിധത്തിലുള്ള യൂണിഫോം ഉള്ള തൊഴിലാളികൾ, പാചക തൊഴിലാളികൾ, ബിൽഡിംഗ് വർക്കുകാർ, ഭൂമി സംബന്ധമായിട്ടുള്ള വർക്കുകൾ ചെയ്യുന്നത്, പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ, പഠനം കൊണ്ട് നേട്ടം ഉണ്ടാകും. കാരണം നിങ്ങൾക്ക് ബുധൻ ബുദ്ധിയുടെയും എഴുത്തിൻ്റെയും അതുപോലെ തന്നെ എല്ലാവിധത്തിലുള്ള അറിവ് കൊണ്ട് നേടുന്നതിൻ്റെയും അധിപനായിട്ടുള്ള ബുധൻ നിങ്ങൾക്ക് ലാഭസ്ഥാനത്ത് സഞ്ചരിക്കുന്നു. വ്യാഴത്തിൻ്റെ ലാഭസ്ഥാനത്തുള്ള സഞ്ചാരം, ആദിത്യൻ്റെ വ്യാഴത്തുള്ള സഞ്ചാരം, നിങ്ങളെ ചന്ദ്രലഗ്നാധിപനും കൂടിയാണ് ആദിത്യൻ. അപ്പം മകം പൂരം ഉത്രത്തെ കാലുകാർക്ക് ചൊവ്വയും കേതുവും ജന്മത്തിലുണ്ടെങ്കിലും
ലാഭസ്ഥാനത്ത് ആരൊക്കെയുണ്ട്? ആദിത്യ വ്യാഴ ബുധ യോഗം കൊണ്ട് നിങ്ങൾക്ക് അതിവിശേഷപ്പെട്ട ഗുണഫലങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ള ഒരു സ്ഥിതിയുണ്ട്. കേതുവിൻ്റെ സ്ഥിതി ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ദേഹപരമായിട്ടുള്ള ദുരിതങ്ങൾ, വിഷമതകൾ, മുറിവ് ചതവുകൾ, ആപത്തുകൾ, അതുപോലെ തന്നെ അപവാദങ്ങളൊക്കെ കേൾക്കാനുള്ള ഒരു യോഗം ഇപ്പം നിലവിലുണ്ട്. ആയുധം കൊണ്ടുള്ള മുറിവുകളൊക്കെ ഉണ്ടാകാനും ഒക്കെ അപകടങ്ങളൊക്കെ പറ്റാനും ഒക്കെ ഉള്ള ഒരു സാധ്യത അവിടെ നിൽപ്പുണ്ട്. ഗുണഫലം 4 ഇരട്ടി, ദോഷഫലം 2 ഇരട്ടിയായിട്ട് കൂട്ടിക്കോണം. അപ്പം കേതു മകം പൂരം ഉത്തരത്തിക്കാലുകാർ ഇപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഗണപതി ഭജനം ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ സ്ക്രീനിൽ ഒരു ഗണപതിയുടെ പടമൊക്കെ വേണമെങ്കിൽ അടിച്ചിട്ടേക്കുക, നിങ്ങളുടെ പേഴ്സിൽ വെച്ചേക്കുക. ഗണപതിയുടെ നാമം ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഒരു ചെറിയ നാമം മതി. ഓം ഏകദന്തായ വിദ്മഹേ വക്രതുണ്ഡായ ധീമഹി തന്നോദന്തി പ്രചോദയാത് എന്ന് പറയുന്ന നാമം ജപിക്കുക. അല്ലെങ്കിൽ ഓം ഗം ഗണപതേ നമഃ എന്ന് പറയുന്ന മന്ത്രം ഡെയിലി ഒരു 108 തവണ രാവിലെ ഒന്ന് ജപിച്ചോളുക. ഒരു നെയ്വിളക്കും കത്തിച്ച് പ്രാർത്ഥിച്ചോളുക. പ്രശ്നങ്ങൾ സോൾവ് ആയിരിക്കും. ഭാര്യ കുടുംബക്ഷേത്രത്തിൽ പോയിട്ട് നാഗദൈവങ്ങൾക്ക് ഒരു വിളക്ക് കത്തിച്ച് മഞ്ഞപ്പൊടി എണ്ണയും കർപ്പൂരവും ചന്ദനത്തിനും സമർപ്പിച്ചോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ 101% പരിഹരിച്ചിരിക്കും. ലാഭസ്ഥാനത്ത് നിൽക്കുന്ന ഗുണഫലങ്ങൾ നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. ദോഷത്തെ ഒഴിവാക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി എന്നുള്ളതാണ് ചിങ്ങക്കൂറുകാരുടെ ഫലസിദ്ധി പറയുന്നത്. ചൊവ്വ അനുകൂല സ്ഥാനത്താണ് നിൽക്കുന്നത്. അനുകൂല സ്ഥാനത്ത് നിൽക്കുന്നതുകൊണ്ട് ഭാഗ്യപരമായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളിൽ വന്നു ചേരും. ഗൃഹപരമായിട്ടുള്ള ഐശ്വര്യം വന്നു ചേരും. കാരണം ചൊവ്വ ഏറ്റവും ബലവാനായിട്ടും ചൊവ്വയ്ക്ക് ഏറ്റവും ഗുണകരമായിട്ടും നിൽക്കുന്ന കാരണം ചൊവ്വ വൃശ്ചികൻ രാശിയുടെ കേന്ദ്രസ്ഥാനത്തും മേടം കൂറുകാർക്ക് ത്രികോണസ്ഥാനം എന്ന് പറയും. ത്രികോണസ്ഥാനവും കേന്ദ്രസ്ഥാനവും എന്ന് പറയുന്ന സ്ഥാനത്താണ് ആര് നിൽക്കുന്നത്? ചൊവ്വ നിൽക്കുന്നത്. പലരും ചൊവ്വ ചിങ്ങത്തിൽ നിൽക്കുന്നത് കൊണ്ട് ദോഷമാണ് എന്ന് പറയുന്നുണ്ട്. അത് തെറ്റായ ഒരു പറച്ചിലാണ്. അങ്ങനെ പറയാൻ പാടില്ല. കാരണം ചൊവ്വയുടെ സ്ഥിതി കേതുവുമായിട്ട് യോഗം ചേരുമ്പോൾ ഇച്ചിരി ദോഷമുണ്ടെങ്കിൽ പോലും ചൊവ്വയുടെ സ്ഥാനം വളരെയധികം ഗുണകരമായിട്ടാണ് നിൽക്കുന്നത്. ചൊവ്വ നിൽക്കുന്നതിൻ്റെ ഗുണഫലങ്ങളെ കൊണ്ട് മകത്തിലാണല്ലോ നമ്മൾ ചൊവ്വ നിൽക്കുന്നതിൻ്റെ നമ്മൾ കണക്കൂട്ടിയത്. അതെ, കേതു നിൽക്കുന്നത് ഉത്തരത്തിലുമാണ് നിൽക്കുന്നത്. അപ്പം രണ്ടും ഒരേ നക്ഷത്രത്തിൽ, ഒരേ കൂറിലാണ് നിൽക്കുന്നതെങ്കിൽ 2 നക്ഷത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പം ചൊവ്വയുടെ ഗുണഫലങ്ങളെ കൊണ്ട് പൊതുവിൽ നമുക്ക് ഈ പറയുന്ന തൊഴിലാളി മേഖലകൾ, ഇപ്പോൾ ഇച്ചിരി മഴക്കാലമാണ്, ഇച്ചിരി പണികളൊക്കെ കുറഞ്ഞു നിൽക്കുവാണെങ്കിൽ നിങ്ങൾക്ക് അടുത്ത കരാറുകളൊക്കെ ചെയ്യാനും പുതിയ വർക്കുകൾ ഏറ്റെടുത്ത് വെക്കാനും ചെയ്യാൻ പറ്റുന്ന വർക്കുകളൊക്കെ ചെയ്യാനും പറ്റുന്ന ഒരു സമയമാണ്. സാധാരണ മഴക്കാലമാകുമ്പോൾ പറയാറുണ്ട്, ജ്യോതിഷന്മാർ പറയാറുണ്ട്, വെള്ളം കയറും, ഭൂമിക്ക് ഇതുണ്ടാവും, ചിലയിടത്ത് വെള്ളപ്പൊക്കം ഉണ്ടാവും. ഇതൊന്നും പറയേണ്ട കാര്യമില്ല, അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. പക്ഷേ എങ്കിലും ഈ രാശിചക്രപ്രകാരമായിട്ടുള്ള അനുകൂല സ്ഥിതി കൊണ്ട് നമുക്ക് ഗുണകരമായിട്ടുള്ള മാറ്റങ്ങൾ ഈ സമയത്ത് വരുന്നുണ്ട്. ഏതെങ്കിലും കേരളത്തിൽ മാത്രമുള്ള മലയാളികളെ മാത്രമല്ലല്ലോ ഇത് ബാധിക്കുന്നത്. ലോകം മുഴുവനുള്ള ആളുകളെ ബാധിക്കുന്ന ഒരു കാര്യമാണ് ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത്. സൂര്യൻ്റെ ചൂട് നമുക്ക് അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥിതി അനുകൂലമായിട്ടും പ്രതികൂലമായിട്ടും നമ്മളെ ബാധിക്കുന്നുണ്ട്. അപ്പം അതാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട വഴിപാടുകൾ പറഞ്ഞു. ഗണപതി ഭജനമാണ് പ്രധാനമായിട്ട് ചെയ്യേണ്ടത്. ഇങ്ങനല്ലാതെ ഈ ജ്യോതിഷം പറഞ്ഞു കഴിഞ്ഞാൽ വെറുതെ പറയാൻ വേണമെങ്കിൽ മേടക്കൂറുകാർക്ക് സന്താന ഗുണങ്ങളുണ്ടാകും, കുട്ടികൾ പഠിപ്പിൽ ശ്രദ്ധിക്കണം, വണ്ടി ഓടിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കണം, ഇതൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇങ്ങനെ പറയുന്നത് നിങ്ങൾക്ക് ഗുണകരമായിട്ട് വരും. ഇത് എഴുതി വയ്ക്കുക. ഈ പരിഹാരം മാത്രം ഇപ്പോൾ ചെയ്താൽ മതി. ഭാര്യ കുടുംബത്തിൽ നാഗപ്രീതി വരുത്തുക, ഗണപതി ഭജനം നല്ലതുപോലെ ചെയ്യുക, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക. അതുപോലെ തന്നെ ചൊവ്വ ജന്മത്തിൽ നിൽക്കുന്നതുകൊണ്ട് സുബ്രഹ്മണ്യ സ്വാമി ഭജനമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും എന്നുള്ളതാണ്. വേറെ ഒരു ഗ്രഹങ്ങളും നിങ്ങൾക്ക് ദോഷമായിട്ട് നിൽപ്പില്ല ചിങ്ങക്കൂറുകാർക്ക്. അടുത്തതായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് വൃശ്ചികക്കൂറുകാരുടെ ഫലമാണ് പറയാൻ പോകുന്നത്. 12 കൂറുകാരുടെയും ഫലം പറയും. ഇതെന്തിനാണ് ഇങ്ങനെ പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ജ്യോതിശാസ്ത്ര പ്രകാരം 4 കേന്ദ്രസ്ഥാനങ്ങളിലുള്ള ഗ്രഹസ്ഥിതി പറയണം എന്നുള്ളതാണ് ജ്യോതിശാസ്ത്രത്തിൽ പറയുന്നത്. നമ്മൾ പറയുന്ന ഗുണഫലങ്ങൾ വരുന്നതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാരുടെ ഒരു കാര്യം പറഞ്ഞ്, വൃശ്ചികക്കൂറിൻ്റെ ഈ ഗ്രഹത്തിൽ ചന്ദ്രലഗ്നാധിപനാണ് ചൊവ്വ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ഫലസിദ്ധി പറയുന്നത്. അപ്പം നിങ്ങൾക്ക് തൊഴിൽ സ്ഥാനത്ത്, കർമ്മസ്ഥാനത്ത് വൃശ്ചികത്തിൽ ആരൊക്കെയാണ് വരുന്നത് നിങ്ങൾ നോക്കിക്കോ. വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്ന നിങ്ങൾക്ക് തൊഴിൽ സ്ഥാനത്ത് ചൊവ്വയുടെ സ്ഥിതി ബലവാനായിട്ട് കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ടും നിങ്ങളുടെ ചന്ദ്രലഗ്നാധിപനായതുകൊണ്ടും നിങ്ങൾക്ക് തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഐശ്വര്യം, നേട്ടം, ഭാഗ്യം, തൊഴിൽ പുരോഗതി, വിദ്യാപുരോഗതി, വിദ്യ കൊണ്ട് നേട്ടം, അതുപോലെ തന്നെ തൊഴിൽപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ശ്രമിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കായിട്ടുള്ളവർക്ക് എല്ലാവർക്കും, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്ക് എല്ലാവർക്കും, നേഴ്സിംഗ് മേഖലകളിൽ ജോലി ചെയ്യുന്ന ഡോക്ടേഴ്സ് ആയിട്ടുള്ളവർക്കും നേഴ്സിംഗ് മേഖലയിൽ ജോലി ചെയ്യുന്ന ആളുകൾക്കുമൊക്കെ, വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവർക്കുമൊക്കെ വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ട വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്ന വൃശ്ചികക്കൂറുകാർക്ക് അതിശക്തമായിട്ടുള്ള ഗുണഫലങ്ങളുണ്ട്. നിങ്ങൾക്കും
ചൊവ്വ കേന്ദ്രസ്ഥാനത്ത് നിൽക്കുന്നത് അനുകൂലമായിട്ടുണ്ടെങ്കിലും കേതുവിൻ്റെ സ്ഥിതി നിങ്ങൾക്ക് കർമ്മസ്ഥാനത്തുള്ളതുകൊണ്ട്, കർമ്മം തൊഴിൽ സ്ഥാനത്തുള്ളത് കൊണ്ട് നിങ്ങൾ നേരത്തെ ചിങ്ങക്കൂറുകാർക്ക് പറഞ്ഞ അതേ പരിഹാരം തന്നെ ഗണപതി ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക, ഗണപതി ഹോമം ചെയ്യുക, ഗണപതിക്ക് നാളികേരം ഉടയ്ക്കുക, ഗണപതിയുടെ സ്തോത്രങ്ങളൊക്കെ ചൊല്ലുക, ഓം ഗംഗണപതേ നമഃ ജപിക്കുക, ഓം ഹ്രീം ഗം ഹ്രീം സ്വാഹ, അല്ലെങ്കിൽ ഓം ഹ്രീം ക്ഷിപ്രപ്രസാദനായ ശ്രീ മഹാഗണപതേ നമഃ സ്വാഹ, അല്ലെങ്കിൽ ഇത്തിരി കട്ടിയുള്ള മന്ത്രങ്ങളുണ്ട്. ഓം ശ്രീം ഹ്രീം ക്ലീം ക്ലൗം ഗംഗണപതേ വരവരത സർവജനമേ ശുമാനേ സ്വാഹ എന്ന് പറയുന്ന മന്ത്രങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും വേണ്ട. തൽക്കാലം ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. നിങ്ങൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങൾക്ക് ഈ വരുന്ന 29/6/2025 ശുക്രന്റെ ദൃഷ്ടി വൃശ്ചികക്കൂറിലേക്ക് വരാൻ പോവുകയാണ്. 29/6/2025. അപ്പോൾ ഏകദേശം ഒരു 2 ആഴ്ചയോടെ കഴിയുമ്പോഴത്തേക്കിന് ധനപുരോഗതിയും ഐശ്വര്യവും, അതുപോലെ തന്നെ നമുക്ക് ഭാര്യമാർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും വഴക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് വരിയിൽ കലഹിച്ചൊക്കെ നിൽക്കുകയാണെങ്കിൽ ഭാര്യാഭർത്താക്കന്മാർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയും വരുന്ന ഭാര്യാഭർത്താക്കന്മാർക്ക് ആ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനും, അല്ലെങ്കിൽ കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാനും, ഒത്തുതീർപ്പിലെത്താനും, കേസ് വഴക്കുകളിൽ നിന്ന് മാറുന്നതിനും, കല്യാണം നടക്കാതെ നിൽക്കുന്ന അല്ലെങ്കിൽ കല്യാണം നടത്തണമെന്ന് ആഗ്രഹിച്ച് നിൽക്കുന്ന വിശാഖത്തിൽ കാലും അനിഴവും തൃക്കേട്ടയിൽ വരുന്ന യുവതി യുവാക്കൾക്ക് മംഗല്യം തരപ്പെട്ടു വരുന്ന ഒരു പ്രധാനപ്പെട്ട മാസമായിട്ടാണ്, വസ്ത്ര ആഭരണ ലാഭം ഉണ്ടാകുന്ന മാസമായിട്ട് വേണം നമ്മൾ ഈ വരുന്ന മിഥുന മാസത്തെ കണക്ക് കൂട്ടാനായിട്ട്. അപ്പോൾ നിങ്ങൾ അതിനനുസരിച്ച് നിങ്ങൾ പ്രവർത്തിക്കണം. നിങ്ങൾക്കൊരു പ്രശ്നമുള്ളത്, ആ വ്യാഴം അഷ്ടമത്തിൽ നിൽക്കുകയാണ്. അപ്പോൾ അഷ്ടമത്തിൽ വ്യാഴം നിൽക്കുന്നതുകൊണ്ട് നിങ്ങളുടെ 5ാം ഭാവാധിപനാണ്. 5ാം ഭാവാധിപൻ വെച്ചാൽ സന്താനം, മനസ്സിന്റെ അധിപനാണ് അഷ്ടമത്തിൽ പോയി നിൽക്കുന്നത്. അപ്പം മനസ്സിന് കുറച്ച് ശാന്തി കുറഞ്ഞു നിൽക്കുന്ന സമയമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് വിഷ്ണു പൂജ ചെയ്യുക. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ 7ാം ഭാവം നിങ്ങളുടെ കളത്ര പുത്രസ്ഥാനം എന്ന് പറയും, ഭാര്യാപുത്രസ്ഥാനം എന്ന് പറയും. അപ്പോൾ അതുകൂടാതെ മംഗല്യം, വിവാഹം, അതുപോലെ തന്നെ മംഗല്യം കഴിച്ചവർക്കുള്ള അനുകൂലം, മംഗല്യം ആലോചിക്കുന്നവർക്ക് അതിന് പറ്റിയ സമയം, പെണ്ണ് കാണാനൊക്കെ പോകാനൊക്കെ പറ്റിയ സമയം, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രണയം തുറന്നു പറയാൻ പറ്റിയ സമയം എന്നൊക്കെ പറയാൻ പറ്റുന്ന ഒരു കാലഘട്ടമായിട്ട് വേണം ഏതിനെ മനസ്സിലാക്കാൻ. ഈ വരുന്ന 29/6/2025 നാളെ കയറി പറയരുത്, പണി കിട്ടും. 29/6/2025 കഴിഞ്ഞിട്ട് ഒരു മാസത്തിനകം വെച്ചിട്ട് നിങ്ങൾ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് പോകുക എന്നുള്ളത് മുൻകൂട്ടി പറയുകയാണ്. ജ്യോതിഷം മുൻകൂട്ടി പറയണമല്ലോ. നമ്മളിപ്പോൾ നിങ്ങൾ എന്നാ ഈ ഡേറ്റ് കാണുന്നതെന്ന് അറിയാനൊക്കത്തില്ലല്ലോ. അപ്പം നമ്മളിപ്പം മിഥുനമാസം 1-ാം തീയതി മുതലുള്ള പൊതുഫലങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നല്ല മഴയുണ്ട്, നിങ്ങൾക്ക് കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, എങ്കിലും ഞാൻ പറയുവാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ ദോഷപരിഹാരം വിഷ്ണു പൂജ ചെയ്യുക, ശിവക്ഷേത്രത്തിൽ രുദ്രസൂക്ത മന്ത്ര അർച്ചന നടത്തുക, ശ്രീകൃഷ്ണസ്വാമിക്ക് രാജഗോപാല മന്ത്ര അർച്ചന നടത്തുക. ഇത്രയും കാര്യങ്ങൾ ചെയ്യുക. സുബ്രഹ്മണ്യ സ്വാമിക്ക് മാസം തോറും ഒരു നാരങ്ങാമാല ചാർത്തി പ്രാർത്ഥിക്കുക. അടുത്തതായിട്ട് കുംഭക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. കുംഭക്കൂറുകാർക്ക് പ്രധാനമായിട്ട് നിങ്ങൾക്കൊരു ഗുണഫലം പറയുന്നത്, നിങ്ങൾക്ക് ജാതകപ്രകാരം ധനസ്ഥാനത്ത് ശനി. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, 7.5 കണ്ടകാല ശനിയാണെന്നും പറഞ്ഞുകൊണ്ട് മൂടിപ്പതച്ച് വീട്ടിൽ മടി പിടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ ചന്ദ്ര ലഗ്നാധിപനാണ്, കുംഭലഗ്നത്തിന്റെ ചന്ദ്രന്റെ ലഗ്നാധിപനാണ് ശനി. ധനാസ്ഥാനത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് ധനം കൊണ്ടുവന്ന് മുമ്പിൽ വെച്ചിരിക്കുക, പോയി മേടിക്കാതെ പറ്റുമോ? ബാങ്കിൽ നിങ്ങൾക്കൊരു പൈസ തരാനുണ്ട്, അല്ലെങ്കിൽ ലോൺ കിട്ടാനുണ്ടെങ്കിൽ നിങ്ങൾ പോയി മേടിക്കാതെ പറ്റത്തില്ലല്ലോ. അല്ലെങ്കിൽ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് നമ്മൾ പോയി പറഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. കുടുംബപരമായിട്ടുള്ള ധനം ഒക്കെ കിട്ടാനും, കുടുംബ സ്വത്ത് വീതം വെച്ച് കിട്ടാൻ, കുടുംബപരമായിട്ടുള്ള എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ നിങ്ങൾക്ക് കിട്ടാൻ, അല്ലെങ്കിൽ കേസ് വഴക്കുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ മോചനമായിട്ട് നമുക്ക് അനുകൂലം വരുന്ന സമയമാണ് കുംഭക്കൂറുകാർക്ക്. അതുകൂടാതെ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് നിങ്ങളുടെ മനസ്ഥാനത്തും സന്താനസ്ഥാനത്തും പൂർവ്വപുണ്യസ്ഥാനത്തും മന്ത്രോപാസന സ്ഥാനത്തുമായിട്ട് ആര് നിൽക്കുന്നു? ആദിത്യ വ്യാഴ ബുധയോഗം നിൽക്കുന്നു. ആർക്ക്? കുംഭക്കൂറുകാർക്ക്. എത്ര ഐശ്വര്യപ്രദമായ ഒരു കാലഘട്ടമാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കുക. അവിട്ടത്തരയും ചതയവും പോരുരുട്ടാതി മുക്കാലുകാർക്കും സന്താനങ്ങൾക്ക് ഗുണമുണ്ടാവും. അപ്പം സന്താനങ്ങൾക്ക് എന്തെങ്കിലും ദോഷമുണ്ടെങ്കിൽ അവരുടെ നക്ഷത്രപ്രകാരം അവരുടെ ദശാകാലത്തിന്റെ ദോഷമാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം തിരുമേനി ഇങ്ങനെ പറയും, അല്ല ഞാൻ തിരുമേനി എന്ന് പറയുന്നില്ല, ഹരിപ്രസാദ് എന്ന് പറയുന്നത് ഞാൻ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾക്ക് തോന്നും എന്താണ്, അയ്യോ നമ്മുടെ സന്താനങ്ങൾക്ക് ഇച്ചിരി പ്രശ്നമാണ്, അല്ലെങ്കിൽ അവർക്ക് എന്തെങ്കിലും ദുരിതങ്ങളുള്ള സമയമാണെങ്കിൽ ഇയാൾ പറയുന്നത് എങ്ങനെ ശരിയാകുമെന്ന് നോക്കുമ്പോൾ അവരുടെ ദശാകാലം കൂടി നമ്മൾ ചിന്തിക്കണം. അപ്പോൾ അതുകൂടെ ഒന്ന് പെട്ടെന്ന് പറഞ്ഞിട്ട് നമുക്ക് അടുത്ത കാര്യത്തിലേക്ക് പോകാം. ഇപ്പം നിങ്ങളുടെ അവിട്ടത്തരയും ചതയും പോരുരുട്ടാതി മുക്കാലും നക്ഷത്രക്കാരായിട്ടുള്ള ഒരു കുട്ടി നിങ്ങൾക്കുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടിക്ക് നിലവിൽ ഈ കുട്ടിയുടെ നക്ഷത്രം വന്നിട്ട് ഒരു അശ്വതി നക്ഷത്രക്കാരനാണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ വേണ്ട രേവതി നക്ഷത്രക്കാരനാണെന്ന് വിചാരിക്കുക, രേവതി നക്ഷത്രക്കാരനാണെന്ന് വിചാരിക്കുക. അപ്പോൾ ഈ കുട്ടി ജനിക്കുന്നത് ബുധന്റെ ദശയിലായിരിക്കും ഈ കുട്ടി ജനിക്കുന്നത്. അത് ഏകദേശം ഒരു 8.5 വയസ്സ് വരെ കണക്ക് കൂട്ടിയാൽ ഒരു 7 വർഷം
15.5 വയസ്സ് വരെ ഈ കുട്ടിക്ക് ഏകദേശ കണക്കനുസരിച്ച് ബുധന്റെ സ്ഥിതി അനുസരിച്ച് കേതുവിന്റെ ദശാകാലമായിരിക്കും. അപ്പം 15.5 വയസ്സ് അല്ലെങ്കിൽ 16.5 17.5 വയസ്സ് വരെയൊക്കെയുള്ള കുട്ടികൾക്ക് ഈ ബുധന്റെ എത്ര കാലം ശിഷ്ടദശ കിട്ടിയെന്ന് അറിഞ്ഞിട്ട് വേണം നിങ്ങൾ ബാക്കി കേതുവിനെ കണക്ക് കൂട്ടാൻ. അപ്പം ഏകദേശം ഒരു 18 വയസ്സിനും 17 വയസ്സിനും 15 വയസ്സിനും മധ്യമുള്ള കുട്ടികൾക്കാണെങ്കിൽ ഇപ്പോൾ അവർക്ക് കേതു ദശാകാലമായിരിക്കും. അതുകൊണ്ട് എന്തുണ്ടാവും? ദുരിതകാലം അവർക്ക് വരും. അപ്പം നിങ്ങൾക്ക് അവിട്ടത്തരയും ചതയും പൂരുരുട്ടാതി മുക്കാലിൽ വരുന്ന നിങ്ങൾക്ക് മനഃശാന്തി ഉണ്ടാകാനും സന്താനങ്ങൾക്ക് മേൽഗതി ഉണ്ടാകാനും ഭാഗ്യം ഉണ്ടാകാനും ഒക്കെയുള്ള സമയമാണ്. പക്ഷെ അവരുടെ ദശാപഹാര കാലം മോശമാണെങ്കിൽ അതിൻ്റെ ഒരു ഫലസിദ്ധിയും കൂടി നമുക്ക് വരുന്നതിനാൽ ആ ഒരു കാലഘട്ടം ഗുണകരമല്ല എന്ന് ചിന്തിച്ചുകൊണ്ട് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചുള്ള പ്രവർത്തനങ്ങളിലൂടെ ചെയ്യണം എന്നുള്ളതാണ് പറയുന്നത്. അപ്പം മനഃശാന്തി ഉണ്ടാകാനും സന്തോഷം ഉണ്ടാകാനുമുള്ള കാരണങ്ങൾ വന്നുകൊണ്ടിരിക്കും. മറ്റേ ദോഷങ്ങളെയും കൂടി മാറ്റിക്കൊണ്ടിരിക്കണം. അടുത്തതായിട്ട് നമ്മൾ പറയുന്ന നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് ജന്മത്തിൽ രാഹു ഉണ്ട്. ആർക്കാണ്? അവിട്ടത്തരയും ചതയും പൂരുട്ടാതി മുക്കാലുകാർക്കും ജന്മത്തിൽ രാഹു 7-ൽ കേതു. ഈ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് രാഹു നമുക്ക് ജന്മത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല വിധത്തിലുള്ള ആനുകൂല്യങ്ങൾ വരുന്ന ഒരു സമയമാണ്. ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകാനും ഐശ്വര്യം ഉണ്ടാകാനും മനഃശാന്തി ഉണ്ടാകാനും കിട്ടാതെ കിടക്കുന്ന ധനം കിട്ടാനും അതുപോലെ തന്നെ പലവിധത്തിലുള്ള ഭാഗ്യം വരാനും രാഹു ഏറ്റവും ശുഭഗ്രഹമാണ്. ജ്യോതിശാസ്ത്രത്തിൽ പറയുന്ന രാഹു അനുഗ്രഹിക്കുന്ന ഗ്രഹമാണ്. അപ്പോൾ രാഹുവിൻ്റെ സ്ഥിതി വളരെയധികം നല്ലതാണ്. നിങ്ങൾക്ക് 7-ാം ഭാവത്തിൽ കേതു ദോഷസ്ഥാനത്താണെന്ന് പറയാനൊക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ കേതു ദോഷഗ്രഹമായിട്ടല്ല പറയുന്നത്, 7-ാം ഭാവത്തിലേക്ക് കേതു വരുന്നത് നല്ലതല്ല. അത് നിങ്ങൾക്ക് കുടുംബകലഹം, നിങ്ങളുടെ ഭാര്യമാർക്ക് ദുരിതങ്ങൾ, വിഷമസ്ഥിതികളൊക്കെ അനുഭവിക്കുന്നതിൻ്റെ പ്രയാസം നിങ്ങൾ അനുഭവിക്കേണ്ടി വരും. അപ്പം ഭാര്യയുടെ ദോഷ ദുരിതങ്ങൾ വിട്ടൊഴിഞ്ഞ് മാറുന്നതിന് വേണ്ടിയിട്ട് അവരുടെ പേരിൽ ഗണപതി ഹോമം ചെയ്യുക, അതുപോലെ തന്നെ നെയ്വിളക്ക് കത്തിക്കുക, കുടുംബദേവതാ ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ദോഷങ്ങൾ മാറത്തുള്ളൂ. അല്ലെങ്കിൽ കലഹങ്ങളുണ്ടാവും, തമ്മിൽ വേർപിരിയേണ്ട അവസ്ഥകൾ വരും, അതുപോലെ തന്നെ മാറി താമസിക്കേണ്ട അവസ്ഥ വരും. ഇപ്പോൾ നിങ്ങൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നതാണ്, നിങ്ങൾക്ക് ജന്മത്തിലും മംഗല്യസ്ഥാനത്തും ഒന്നും പറയാനൊക്കാത്തൊരവസ്ഥയിലോട്ട് പോകുന്നൊരു സമയമാണ്. നിങ്ങൾക്ക് അനുകൂലങ്ങൾ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പ്രതികൂലം ഇച്ചിരി കട്ടിയായിട്ട് നിൽക്കുന്നതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് നാഗപ്രീതി വരുത്തുക, ഗണപതി ഹോമം ചെയ്ത് പ്രാർത്ഥിക്കുക, അതുപോലെ തന്നെ സുബ്രഹ്മണ്യ സ്വാമി ഭജനവും കൂടെ ചെയ്താൽ വളരെയധികം ഐശ്വര്യമായിരിക്കും. വ്യാഴത്തിൻ്റെ സ്ഥിതി നമുക്ക് നിലവിൽ അനുകൂലമാണ്, ആദിത്യൻ അനുകൂലമാണ്, ബുധൻ അനുകൂലത്തിലാണ്, ശുക്രന്റെ സഞ്ചാരം മുഴുവൻ അനുകൂലമായിട്ട് നിൽക്കുകയാണ് ഈ സമയത്ത് മുഴുവൻ. അപ്പം ധനപരമായിട്ട് കുഴപ്പമില്ല. ധനസ്ഥാനത്ത് ശനി നിപ്പുണ്ട്, നമുക്ക് സഹോദര കുടുംബസ്ഥാനത്ത് ശുക്രൻ നിപ്പുണ്ട്, 4-ാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും ഇല്ലെങ്കിലും മനസ്ഥാനത്ത് ഗുണമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ദോഷപരിഹാരങ്ങൾ ചെയ്ത് ആ പരിഹാരങ്ങൾ മാറ്റുക. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ഇടവക്കൂറുകാരുടെ ഫലമാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നു, ഇങ്ങനെ 4. അടുത്തതായിട്ട് നമ്മൾ അടുത്ത പറയുന്നത് മേടം മുതലായിരിക്കും പറയാൻ പോകുന്നത്. ഇടവക്കൂറുകാരായിട്ട് ആരൊക്കെയാണ് ഉള്ളത്? കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര വരുന്ന നക്ഷത്രക്കാർക്ക് ധനസ്ഥാനത്ത് ആദിത്യ വ്യാഴ ബുധയോഗം. യാതൊരു കാരണവശാലും വിഷമിക്കേണ്ട. ധനപരമായിട്ടുള്ള പുരോഗതി, ഐശ്വര്യം ഒരുപാട് നക്ഷത്രക്കാർ എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. 3-4 മാസമായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വീഡിയോകളിൽ കണ്ടുകൊണ്ട് അവർ പറയുന്ന കാര്യങ്ങൾ അച്ചട്ടായിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ അവരുടെ കാര്യങ്ങൾ ഗുണകരമായിട്ട് വരുന്നുണ്ട്, ധനപരമായിട്ടുള്ള പുരോഗതി ഉണ്ടാകുന്നുണ്ട്, ഐശ്വര്യം ഉണ്ടാകുന്നുണ്ട്. തിരുമേനി പറഞ്ഞതുപോലെ, ഹരിപ്രസാദ് പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഗുണകരമായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പം ഞാൻ പറയുന്നു, അത് ഞാനല്ല പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ സ്ഥിതി അനുസരിച്ച് പറയുകയാണ്. ഞാനൊരു പ്രവചനം നടത്തുകയല്ല, ഞാൻ എന്ന് പറയുന്ന വ്യക്തിയല്ല പ്രവചനം നടത്തുന്നത്. ജ്യോതിശാസ്ത്രത്തിൽ എങ്ങനെ നിൽക്കുന്നു എന്നുള്ളത് പഠിച്ചിട്ട് പറയുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഇത് കണ്ടുകൊണ്ട് നമ്മുടെ ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് ഇങ്ങനെ ജാതകം അയച്ചു തരുന്ന ഒരുപാട് പേരുണ്ട്. ഒരുപാട് പേര് ഇങ്ങനെ ജാതകം, വീട്ടിൽ ഇരിക്കുന്ന ജാതകത്തിൻ്റെ ഫ്രണ്ട് പേജ് എടുത്തിട്ട് ഇങ്ങോട്ട് അയച്ചു തരും. അവരാരാണെന്നോ, എവിടെയാണ് താമസിക്കുന്നത്, അവരുടെ പേരെന്താണെന്നോ ഇതൊന്നും അതിനകത്ത് കാണത്തില്ല. പിന്നെ അവർ നമ്മളുമായിട്ട് വിഷമിച്ച് വഴക്കൊക്കെ ഇട്ടിട്ട് ഞങ്ങളെ ബ്ലോക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ബ്ലോക്ക് ചെയ്യേണ്ട അവസ്ഥയൊക്കെ വരുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ട് എന്തെങ്കിലും നോക്കണമെന്ന് ആഗ്രഹിക്കുന്നെങ്കിൽ ഒന്ന് നമ്മുടെ ഇവിടുത്തെ തിരക്ക് എങ്ങനെയാണെന്നും ഇവിടുത്തെ ബിസി, അതല്ലെങ്കിൽ ഞങ്ങളൊക്കെ ജോലി കുറഞ്ഞുള്ള സമയമാണോ എന്നൊക്കെ ഒന്ന് അന്വേഷിച്ചിട്ട് ഞങ്ങൾക്കൊരു കാര്യം അറിയാനുണ്ട്, അതിനെന്ത് വേണം എന്ന് ചോദിച്ച് മെസ്സേജ് അയച്ചിട്ട് ഞങ്ങൾ പറയുന്നത് കേൾക്കാനുള്ള മനസ്ഥിതിയോടുകൂടി വേണം നിങ്ങൾ വീട്ടിൽ ഇരിക്കുന്ന ജാതകം എടുത്ത് ഇങ്ങോട്ട് ചെയ്യാനായിട്ട്. അപ്പം നമ്മളിത് പലരും കാണുന്നവരോട് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് എല്ലാവരും പറയാറുണ്ട്, എല്ലാ ജ്യോതിഷന്മാരും പറയാറുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക, അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് വെക്കണം എന്നൊക്കെ പറയാറുണ്ട്. ഞാൻ അതൊന്നും പറയുന്നില്ല. എന്താ കാര്യം? അത് അഹങ്കാരം കൊണ്ട് പറയുന്നതല്ല. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം കാണുക. കാരണം ഒരാളെ ഇഷ്ടപ്പെടുത്താൻ പറ്റത്തില്ല. ഒരു ജ്യോതിഷം പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ശൈലിയിലാണ് പറയുന്നത്. അപ്പോൾ അത് ഇഷ്ടപ്പെടുന്നവർക്ക് മാത്രം നിങ്ങളത് ഫോളോ ചെയ്യണമെങ്കിൽ ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് വരുമ്പം കാണാം, അല്ലെങ്കിൽ ഇഗ്നോർ ചെയ്യുക.
ഇതിൽ ചെയ്തേക്കുക. രണ്ടാമത്തെ ഒരു കാര്യം, ഞാനിവിടെ ജ്യോതിഷം നോക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറിൽ വിളിക്കണം എന്ന് പറഞ്ഞ് സ്ക്രോൾ ചെയ്തിട്ട് പരസ്യം ഇടുന്ന ആൾക്കാരുണ്ട്. ഞാൻ അങ്ങനെ ചെയ്യുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നും നമുക്ക് സമയമില്ല. രണ്ടാമത്തെ ഒരു കാര്യം, ജ്യോതിഷം നോക്കാൻ അത്യാവശ്യമായിട്ട് ദൂരസ്ഥലങ്ങളിൽ വിദേശ രാജ്യങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരുടെയാണ് നമ്മൾ കൂടുതലായിട്ട് നോക്കുന്നതിൻ്റെ കാരണം അവർക്ക് വന്ന് നോക്കാൻ പറ്റും. നിങ്ങൾ നിങ്ങളുടെ നാട്ടിലുള്ള ഏതെങ്കിലും തൊട്ടടുത്തുള്ള ഏതെങ്കിലും അടുത്തുള്ള ജ്യോതിഷനെ കണ്ടിട്ട് ഞാൻ പറയുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ അവിടെ പോയി നോക്കിക്കുക. അതല്ല, നിങ്ങൾക്ക് ജ്യോതിഷപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൺലൈനിൽ കൂടെ അറിയണമെന്നുണ്ടെങ്കിൽ ഞങ്ങൾ പറയുന്ന പോളിസി എന്താണെന്ന് കേട്ടിട്ട് അതിനനുസരിച്ച് നിങ്ങൾ പെരുമാറുക. അപ്പം ഞങ്ങൾ ചിലപ്പോൾ അമ്പലത്തിൽ നിന്ന് ഒരു ദക്ഷിണ അയക്കണമെന്ന് പറയുമ്പോഴത്തേക്കിന് അത് ചിലപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെക്കുറിച്ച് പറയുന്നത്. ഒരുപാട് പേര് പിണങ്ങിപ്പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് പറയുന്നത്. ഒരുപാട് പേര് പിണങ്ങുന്ന അവസ്ഥ വരുന്നതിൻ്റെ കാരണം, നിങ്ങളൊരു ജാതകം എടുത്ത് തന്നു കഴിഞ്ഞാൽ ഉടൻ തന്നെ നിങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് അങ്ങോട്ട് പറയണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ 300-400 മെസ്സേജ് വരുമ്പം പറ്റിയെന്ന് വരുത്തത്തില്ല. അടുത്തായിട്ട് ഇടവക്കൂറുകാർക്ക് നിലവിൽ ധനസ്ഥാനത്ത് ആദിത്യ വ്യാഴ ബുധ യോഗം ധനപരമായിട്ടുള്ള ഐശ്വര്യം, അതുപോലെ തന്നെ കുടുംബപരമായിട്ടുള്ള ഐശ്വര്യം, അതുപോലെ തന്നെ നമുക്ക് എല്ലാ വിധത്തിലുള്ള ഗുണഫലങ്ങളും വരുന്ന ഒരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ ആ നക്ഷത്രത്തിലുള്ള നിങ്ങൾ ആരൊക്കെയാണ് ഉള്ളത്? കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര വരുന്ന നക്ഷത്രക്കാരാണ് ഉള്ളത്. അപ്പോൾ ഇതിനകത്തുള്ളൊരു കാർത്തികക്കാരൻ്റെ ഒരു കാര്യം ഞാൻ പറയാം. നിങ്ങൾ ജനിക്കുന്നത് ആദിത്യ ദശയിലായിരിക്കും ജനിക്കുന്നത്. ആദിത്യ ദശ കഴിഞ്ഞു, ചന്ദ്രദശ 13, ചൊവ്വാദശ 20, 18 വയസ്സ്, രാഹുർ 38 വയസ്സ് വരെ, 16, 54 വയസ്സ് വരെ വ്യാഴം, 54 വയസ്സ് തൊട്ട് 73 വയസ്സ് വരെ ശനി. എന്തിനാ ഇങ്ങനെ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇടവക്കൂറുകാർക്ക് വളരെ അത്യുജ്വലമായിട്ടുള്ള സമയമാണെന്നും ധനപുരോഗതി ഉണ്ടാകുമെന്നും ഐശ്വര്യം ഉണ്ടാകുമെന്നും പറയുമ്പം നിങ്ങൾ നിങ്ങളുടെ വയസ്സ് വെച്ച് നിങ്ങളുടെ ദശാപഹാര കാലം ഏതാണെന്ന് ആദ്യം നിങ്ങൾ കണ്ടുപിടിക്കണം. അതിനെങ്ങനെ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ, നിങ്ങൾക്ക് 13 വയസ്സ് വരെയുള്ള ഒരാളാണ് ഇത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ചന്ദ്രദശാകാലമാണ് എന്ന് മനസ്സിലാക്കണം. 13 വയസ്സ് മുതൽ 20 വയസ്സ് വരെയുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കണം എനിക്ക് ചൊവ്വാദശയാണെന്ന് മനസ്സിലാക്കണം. 20 വയസ്സിനും 38 വയസ്സിനും മധ്യമുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ എനിക്ക് രാഹുവിൻ്റെ ദശാകാലമാണെന്ന് മനസ്സിലാക്കണം. 38 വയസ്സിനും 54 വയസ്സിനും മധ്യമുള്ള ഒരാളാണ് ഇത് കാണുന്നതെങ്കിൽ അവരാണ് ഇത് ഏറ്റവും കൂടുതൽ കാണുന്നത്. നിങ്ങൾക്ക് വ്യാഴ ദശാകാലമാണെന്ന് മനസ്സിലാക്കണം. 54 വയസ്സിനും 73 വയസ്സിനും മധ്യമുള്ള അവരൊരു 40% വരെ ആ പ്രായമുള്ളവർ ഈ വീഡിയോ കാണുന്നുണ്ട്. അവർ മനസ്സിലാക്കണം എനിക്ക് ശനി ദശയാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങളുടെ ജാതക പ്രകാരം നിങ്ങൾ 38നും 54നും മധ്യമുള്ള ഒരാളാണെങ്കിൽ, ഇവിടെ മഴ പെയ്യുന്നുണ്ടോ ഞാനിങ്ങനെ ഉറക്കെ പറയുന്നത്, എന്തെങ്കിലും കേൾക്കുന്നുണ്ടോ, വീഡിയോയിൽ സൗണ്ട് എങ്ങനെ വരുമെന്ന് എനിക്ക് അറിയാനൊക്കത്തില്ല. അപ്പം 38 വയസ്സിനും 54 വയസ്സിനും മധ്യമുള്ള ഒരാളാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്യാഴമാണെന്ന് അറിഞ്ഞല്ലോ. നിങ്ങളുടെ വ്യാഴത്തിൻ്റെ സ്ഥിതി എങ്ങനെ നിൽക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വ്യാഴത്തിൽ നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ് നിങ്ങളുടെ ലഗ്നം വരുന്നത്, ഇവിടെയാണോ ലഗ്നം വരുന്നത്, എവിടെയാണോ ലഗ്നം വരുന്നതിൽ നിന്നും 3-ാം ഭാവത്തിലാണോ 6-ാം ഭാവത്തിലാണോ 8-ാം ഭാവത്തിലാണോ 12-ലാണോ നിൽക്കുന്നതെന്ന് നോക്കണം. നീചാവസ്ഥയിലാണോ നിൽക്കുന്നതെന്ന് നോക്കണം. ഈ ഇത്രയും അവസ്ഥയിലാണ് വ്യാഴം നിൽക്കുന്നതെന്ന് വരിയിൽ നിങ്ങൾക്ക് പ്രതികൂലത്തിലാണ് വ്യാഴം സഞ്ചരിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ധനപരമായിട്ടുള്ള ഗുണം ഉണ്ടാകുന്ന ജ്യോതിഷനായിട്ടുള്ള നമ്മൾ പറയുന്നുണ്ടെങ്കിൽ പോലും നിങ്ങളുടെ ജാതക പ്രകാരം ജനിച്ച സമയത്ത് വ്യാഴം പ്രതികൂലത്തിലാണ് നിൽക്കുന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അത് മനസ്സിലാക്കാൻ എളുപ്പ വഴി ഞാൻ പറഞ്ഞുതരാം ഒന്നുകൂടെ. നിങ്ങളുടെ ലഗ്നം നമുക്ക് ഇവിടെയാണ് എന്ന് കരുതുക. നിങ്ങളുടെ ജാതകത്തിൽ വ്യാഴം വന്നിട്ട് ഇവിടെ തന്നെ, ഇപ്പം ഇവിടെ വ്യാഴം നിൽക്കുന്നെങ്കിൽ ഇവിടെ തന്നെയാണ് നിങ്ങളുടെ ജാതകത്തിൽ നിൽക്കുന്നത്. അപ്പം നിങ്ങളുടെ 12-ലാണ് വ്യാഴം നിൽക്കുന്നത്. 12-ൽ കണ്ടോ, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11, 12-ൽ. അപ്പം നിങ്ങൾക്ക് വ്യാഴദശയാണെന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. വ്യാഴം 12-ൽ നിൽക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അനുകൂല ഫലം വരത്തില്ല. അപ്പം നിങ്ങൾക്ക് അതിനെന്ത് വേണം എന്നുള്ളതാണ് അടുത്ത ചോദ്യം. അപ്പം വൈഷ്ണവ പ്രീതികരമായിട്ടുള്ള കർമ്മങ്ങൾ ചെയ്ത് അത് പരിഹരിക്കണം എന്നുള്ളതാണ് എനിക്കതിനെക്കുറിച്ച് പറയാനുള്ളത്. വൈഷ്ണവ പ്രീതികരമായിട്ടുള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ, ഒന്ന് വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുക, എല്ലാ ദിവസവും ഓം നമോ നാരായണായ ജപിച്ച് പ്രാർത്ഥിക്കുക. മൂന്നാമതായിട്ട് വിഷ്ണു ക്ഷേത്രത്തിൽ പാൽപ്പായസം, തുളസിമാല, നെയ്വിളക്ക് അതുപോലുള്ള വഴിപാടുകൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യിക്കുക. നിങ്ങളിപ്പോൾ ഗൾഫിലായിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഫോൺ വിളിച്ച് പറഞ്ഞ് ചെയ്യിക്കാൻ പറ്റുന്നിടത്ത് ചെയ്യിക്കുക. അല്ലെങ്കിൽ ഓം നമോ നാരായണായ ജപിക്കുക, അല്ലെങ്കിൽ പുരുഷ സൂക്ത മന്ത്രം എന്ന് പറഞ്ഞ മന്ത്രമുണ്ട്, ഇത് കേൾക്കുക. അതുപോലെ തന്നെ നമുക്ക് വ്യാഴത്തിൻ്റെ ഒരു സ്തോത്രമുണ്ട്. ഓം ദേവാനാഞ്ച ഋഷീണാഞ്ച ഗുരും കാഞ്ചന സന്നിഭം ബുദ്ധിഭൂതം ത്രിലോകേശം തം നമാമി ബൃഹസ്പതിം എന്ന് പറയുന്ന മന്ത്രമുണ്ട്. അല്ലെങ്കിൽ ഓം ബൃഹസ്പതേ നമഃ എന്ന് പറയുന്ന മന്ത്രം ജപിക്കുക. ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പറയുന്ന നാരായണ നാമമാണ്. നാരായണ നാമം ജപിക്കുന്നവൻ്റെ നാവിൽ നിന്നും ഈ
അസുര ശക്തി ഇറങ്ങിപ്പോയിട്ട് ദേവശക്തി വരിക തന്നെ ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ തന്നെ ഇനി നിങ്ങൾക്ക് ജാതകവശാൽ ഈ ലഗ്നക്കാരന് തന്നെയാണെങ്കിലും ഈ ജാതകക്കാരന് ഈ വ്യാഴം ഇവിടെയാണ് നിൽക്കുന്നതെന്ന് ഒരു സ്വക്ഷേത്രത്തിലാണെങ്കിൽ പോലും 1, 2, 3, 4, 5 6 ഭാവത്തിലേക്കായി. ഇനി നിങ്ങളുടെ ഇവിടെ ആ ലഗ്നം നിൽക്കുന്നതെന്ന് തന്നെ വിചാരിച്ചു, ഇവിടെയാണ് വ്യാഴം വരുന്നതെന്ന് വിചാരിച്ചു. നിങ്ങളുടെ ലഗ്നം ഇവിടെയാണ്, വ്യാഴം ഇവിടെയാണ്. 1, 2, 3, 4, 5, 6, 7, 8 ജനിച്ച സമയത്ത് നിങ്ങളുടെ ജാതകത്തിലെ സ്ഥിതിയാണ് പറയുന്നത്. അപ്പോൾ വ്യാഴം അഷ്ടമത്തിലായിപ്പോയി. ഇവിടെയാണെങ്കിൽ 3-ലായിപ്പോയി. 1, 2, 3 ലഗ്നത്തെ ഒന്നായിട്ട് കണക്കൂട്ടിയാൽ 1, 2, 3. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു വന്ന ആരുടെ കാര്യമായി? ഇടവക്കൂറിൽ വരുന്ന ആരുടെ നക്ഷത്രക്കാരനെയാണ് പറഞ്ഞത്? കാർത്തിക നക്ഷത്രക്കാരൻ്റെ കാര്യമാണ് പറഞ്ഞു വന്നത്. അപ്പോൾ കാർത്തിക നക്ഷത്രക്കാരനായിട്ടുള്ള ഒരാൾ ഇത് കേൾക്കുമ്പോൾ ധനസ്ഥാനത്ത് വരുന്നു. അടുത്ത മാസം ആകുമ്പോൾ ഈ കക്ഷി നോക്കുമ്പം ധനപരമായിട്ടുള്ള പുരോഗതി വന്നതുമില്ല, കയ്യിരിക്കുന്ന കാശ് ചിലപ്പോൾ എന്തെങ്കിലും ആപത്ത് വന്ന് പോവുകയും കൂടെ ചെയ്തിരിക്കുകയാണെങ്കിൽ അടുത്ത പ്രാവശ്യം ഈ ജ്യോതിഷത്തിൻ്റെ വീഡിയോ ചെയ്യുന്നതിൻ്റെ തൊട്ട് താഴെ വന്നിട്ട് ഇനി ഞാൻ ജ്യോതിഷം നോക്കത്തില്ല, ജ്യോതിഷത്തെ മടുത്തു, ഈ വെറുത്തു എന്നൊക്കെ പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് നിങ്ങളുടെ പ്രശ്നം എന്താണെന്നുള്ള വെച്ചാൽ ഇതാണ് നിങ്ങളുടെ പ്രശ്നം. നിങ്ങളുടെ ജാതകത്തിലെ ഗ്രഹസ്ഥിതി എന്താണ് എന്നും കൂടി നോക്കണം. അതിനാണ് നമ്മൾ യഥാർത്ഥത്തിൽ ഒരു ജ്യോത്സ്യനെ വിളിക്കേണ്ടത്. എന്നെ ജ്യോത്സ്യം നോക്കാൻ വേണ്ടിയിട്ട് ആളുകൾ മെസ്സേജ് ഇട്ട് എന്നിട്ട് അവരെ നമ്മൾ വിളിക്കുമ്പം അവരവരുടെ കുടുംബകഥയെ പറയാൻ തുടങ്ങും. ഞാൻ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന കാലം മുതൽ വീട്ടിൽ ദുഃഖമാണ്, ദുരിതമാണ്, പ്രയാസങ്ങളാണ്, അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ അവർ പറയാൻ തുടങ്ങും. എൻ്റെ വീട്ടുകാരിപ്പോൾ എന്നെ നോക്കുന്നില്ല, എൻ്റെ സഹോദരൻ എന്നെ വിളിക്കുന്നില്ല. എൻ്റെ ജാതകം നോക്കാനാണ് വിളിച്ചത്. ജാതകത്തിലെ സ്ഥിതി അറിയാൻ വേണ്ടി വിളിച്ചിട്ട് അവരുടെ കുടുംബത്തിലെ കാര്യങ്ങൾ പറഞ്ഞതിന് ശേഷം അത് പറയണ്ടെന്നുള്ളതല്ല, നിങ്ങളുടെ ദുഃഖമാണ്. പക്ഷേ നിങ്ങൾ എന്നെ വിളിച്ചത് എന്തിനാ? നിങ്ങളുടെ ജാതകം പരിശോധിക്കാനാണ്. അപ്പോൾ അതിൻ്റെ കാര്യം പറഞ്ഞു വരുമ്പോഴത്തേക്കിന് അവർ പറയുന്നത് കുറേ കടബാധ്യത കയറിപ്പോയി, ഞാൻ ട്രേഡ് ചെയ്തു, അല്ലെങ്കിൽ ഞാൻ ഓൺലൈനിൽ ഗെയിം കളിച്ചു, എൻ്റെ പൈസ അങ്ങനെ ഒരുപാട് 10-12 ലക്ഷം രൂപ പോയിട്ട് എനിക്ക് ഡിപ്രഷൻ ബാധിച്ചു എന്ന് പറഞ്ഞ് വരെ വിളിച്ച ആൾക്കാരുണ്ട് ഇവിടെ. അങ്ങനെ ഒരുപാടല്ല വിളിക്കുന്നത്, 100 കണക്കിന് പേര് അങ്ങനെ വിളിച്ചിട്ടുണ്ട്. ഈ ഷെയർ മാർക്കറ്റിൽ പൈസ ഇട്ടിട്ട് ഷെയർ മേടിച്ച് കൈ വെച്ചിട്ട് നഷ്ടം വരിക, ഓൺലൈനിൽ ഗെയിം കളിച്ചിട്ട് വീട്ടുകാർ പോലും അറിയാതെ ഗെയിം കളിക്കുക, ഭാര്യയുടെ സ്വർണം വരെ വിറ്റ് അല്ലെങ്കിൽ പണയം വെച്ചിട്ട് ഗെയിം കളിച്ചിട്ട് ലക്ഷങ്ങൾ, 1-2 ലക്ഷമല്ല 20-30 ലക്ഷം രൂപ കളഞ്ഞിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? നിങ്ങളുടെ ജാതകം നോക്കി പറഞ്ഞു തരുമ്പോൾ ഇത് കാര്യം കൂടെ മനസ്സിലാക്കി വെക്കണം. ഇത് വളരെ പോയിന്റുകളാണ് ഞാൻ ഈ പറയുന്നത്. ഇത് വീഡിയോ കാണാനോ വീഡിയോ ലെങ്ത് കൂട്ടാനോ ഒന്നുമല്ല ഈ പറയുന്നത്. ഇത് ലോകത്ത് സംഭവിക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അപ്പം ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നതിൻ്റെ കാരണം ഒന്ന് നമ്മൾ കൂടെ ചേർന്നാണ്. നമുക്ക് താങ്ങാൻ പറ്റുന്ന കാര്യം, നമുക്കൊരു നഷ്ടം വരുന്നൊരു കാര്യം വന്നു കഴിയുമ്പോൾ അതിനെ തിരിച്ചു പിടിക്കണം എന്നുള്ള വാശി, നിർബന്ധ ബുദ്ധിയിലൊക്കെ തിരിച്ചു പിടിക്കാൻ പോകുമ്പോൾ വിഷയമാകും. ഭാര്യാഭർത്താക്കന്മാരായിട്ടുള്ള ഒരു വാശി മൂലം, സ്വന്തം വാശി ജയിക്കാൻ വേണ്ടിയിട്ട് പോയി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഭർത്താവിൻ്റെ വീട്ടിൽ പോയി പിണങ്ങി മാറി നിൽക്കും, നീ വേണമെങ്കിൽ എന്നെ വന്ന് വിളിച്ചോണ്ട് പോട്ടെന്നുള്ള ഭാവത്തിലൊക്കെ നിൽക്കുന്നവരുണ്ട്. അതുപോലെ ഭാര്യ പിണങ്ങി നിൽക്കുമ്പോഴത്തേക്കിന് നീ മര്യാദയ്ക്ക് ഇവിടെ വരും, അല്ലെങ്കിൽ നിന്നെ ഞാൻ വരുത്തും എന്നൊക്കെ വിചാരിക്കുന്ന മനസ്ഥിതി ഉള്ളവരുണ്ടെങ്കിൽ അതൊക്കെ എടുത്ത് കളയണം. കാരണം ഒരു കന്യകയായിട്ടിരിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങളെ വിശ്വസിച്ച് നിങ്ങളുടെ കൂടെ വന്നതാണ്, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചവരാണ് അവർ. അപ്പോൾ അവരെ നിങ്ങൾ ക്ഷമയോടുകൂടി, നിങ്ങൾ താഴ്മയോടുകൂടി ചെന്ന് അവരെ കണ്ട് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും പറഞ്ഞു തീർത്ത് നിങ്ങൾ മാപ്പ് പറയാനാണെങ്കിൽ മാപ്പ് ഉൾപ്പെടെ പറഞ്ഞ് നിങ്ങൾ അങ്ങനെ ചെയ്യണം. തിരിച്ച് ഒരു സ്ത്രീ ആണെങ്കിലും വിചാരിക്കണം, ഒരു പുരുഷൻ ആണല്ലോ, എൻ്റെ കുഞ്ഞുങ്ങളുടെ അച്ഛനാണല്ലോ, അയാൾ എൻ്റെ കൂടെ നിൽക്കണം, അല്ലെങ്കിൽ അവർ വഴിതെറ്റി പോകും, അവർ വേറെ എവിടെയെങ്കിലുമൊക്കെ ചെന്ന് പെടും. അതുകൊണ്ട് അങ്ങനെ പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കുടുംബത്തിലുണ്ടാകുന്ന ദുരിതങ്ങളാണ് അല്ലെങ്കിൽ നക്ഷത്രത്തിൻ്റെ ദോഷങ്ങളാണെന്ന് കരുതണം. അപ്പോൾ ഇതൊക്കെ ഞാൻ ജ്യോതിഷത്തിൽ പറയുന്നത് എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മുന്നിലുള്ള അനുഭവങ്ങൾ, ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങളാണ് ഒരുപാട് കേൾക്കേണ്ടി വരുന്നത് എന്നുള്ളത് കൊണ്ടും കൂടെ ചേർത്താണ് ഈ വീഡിയോ നമ്മൾ ചെയ്യുന്നത്. പല വിധത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ പറഞ്ഞു വരുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ കാര്യങ്ങൾ ഓർമ്മ വരുമ്പോൾ അതോടെ ചേർത്ത് നമ്മൾ പറയുന്നു. അപ്പോൾ ഇടവക്കൂറുകാരുടെ ഫലം നമ്മൾ പറഞ്ഞു. അപ്പം നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് സഞ്ചരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് രാഹുവാണ് സഞ്ചരിക്കുന്നത്, കർമ്മസ്ഥാനത്ത്. അപ്പം കർമ്മസ്ഥാനത്ത് എപ്പോഴും നമ്മൾ ആലോചിക്കുക, തൊഴിൽ സ്ഥാനം നിങ്ങളെപ്പോഴും ഇനി അത് പ്രധാനമായിട്ടൊരു കാര്യം നമുക്ക് ജ്യോതിഷത്തിൽ പറയാനുണ്ട്. നിങ്ങൾ ഓരോരുത്തരുടെയും 10ാം ഭാവമായിരിക്കും നിങ്ങളുടെ കർമ്മസ്ഥാനം എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങളുടെ ചന്ദ്രൻ ഇവിടെയാണല്ലോ നിൽക്കുന്നത്. ആരുടെയാണ്? കാർത്തിക, മുക്കാല്, രോഹിണി, മകേരത്തരക്കാർക്ക് ചന്ദ്രൻ ഇവിടെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ ആയിരിക്കും ചന്ദ്രൻ നിൽക്കുക. നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങളുടെ കർമ്മസ്ഥാനം എപ്പോഴും കുംഭമായിരിക്കും, മാറ്റത്തില്ല. അതിൻ്റെ അധിപൻ ശനിയുമായിരിക്കും. അപ്പം നിങ്ങളുടെ കർമാധിപൻ ആരാണ്? ശനിയാണ്. കർമ്മസ്ഥാനത്ത് ആരാണ് നിൽക്കുന്നത്? രാഹുവാണ് നിൽക്കുന്നത്. കർമാധിപൻ എവിടെ നിൽക്കുന്നു? 11ാം ഭാവത്തിൽ നിൽക്കുന്നു. ഇത്രയും കാര്യം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് ജ്യോതിഷം നോക്കാൻ പോകണ്ട. ഇപ്പം നിങ്ങൾ ഗൾഫിലിരിക്കുകയാണ്, നിങ്ങൾ കാണുന്ന ഒരാൾ നേഴ്സാണെന്ന് വിചാരിക്കുക. ഇത് കണ്ടിട്ട് നിങ്ങൾ എന്നെ വിളിക്കേണ്ട കാര്യമില്ല, നിങ്ങൾക്ക് തന്നെ മനസ്സിലായി നിങ്ങളുടെ കർമാധിപൻ ശനിയാണെന്നും കർമാധിപതി ലാഭസ്ഥാനത്താണ് നിൽക്കുന്നതെന്നും 11ാം ഭാവം ലാഭസ്ഥാനത്താണെന്നും
അതുപോലെ തന്നെ നിങ്ങളുടെ കർമ്മ രാശിയിൽ രാഹു നിൽപ്പുണ്ടെന്നും മനസ്സിലാക്കുക. കേതുവിന്റെ ദൃഷ്ടി ഉറപ്പായിട്ടും ഇവിടെ വരും. രാഹു നിൽപ്പുണ്ടിൽ അവിടെ രാഹു നിൽക്കുന്നിടത്തോട്ട് കേതുവിന്റെ ദൃഷ്ടിയും കൂടെ വരും. അപ്പൊ നിങ്ങളുടെ കർമ്മസ്ഥാനത്തേക്ക് 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിന്റെ ദൃഷ്ടിയും കൂടെ ഉണ്ട്. ദൃഷ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രഹങ്ങൾക്ക് ഈ വ്യാഴത്തിന് 7ാം ഭാവത്തിലേക്കും 9ാം ഭാവത്തിലേക്കും ഒരു പ്രത്യേക ദൃഷ്ടിയുണ്ട്. അപ്പൊ കർമ്മസ്ഥാനത്തേക്ക് അനുകൂലമായിട്ടുള്ള ഒരു സ്ഥിതി നിപ്പുണ്ടെങ്കിൽ പോലും ഈ രാഹുകേതുക്കളുടെ സ്ഥിതി നിൽക്കുന്നതിന് പ്രതിവിധിയും കൂടെ ചെയ്യണം. അപ്പം നാഗപ്രീതി വരുത്താനും കേതുദോഷത്തിന് ഗണപതി ഹോമം ചെയ്യാനും ശ്രമിക്കണം. അപ്പം ഇടവക്കൂറുകാർ ഈ ജ്യോതിഷപ്രകാരം നിങ്ങളുടെ കർമാധിപൻ ആരാണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഒരിക്കലും മാറത്തില്ല. കർമാധിപൻ ശനിയാണെന്നും ഈ വീടിന്റെ ഉടമ ശനിയാണ്. ആ ശനി ഇപ്പം നിൽക്കുന്നത് നിങ്ങൾക്ക് ലാഭസ്ഥാനത്താണ്. കർമ്മത്തിൽ നിൽക്കുന്നത് രാഹു. ഇനി നിങ്ങൾ മിഥുനക്കൂറുകാർക്ക് നമ്മൾ നേരത്തെ അവരോട് പറഞ്ഞില്ലെങ്കിൽ പോലും മിഥുനക്കൂറുകാരുടെ കർമാധിപൻ എപ്പോഴും വ്യാഴമായിരിക്കും. കർമാധിപൻ എപ്പോഴും വ്യാഴമായിരിക്കും. അതാണ് നമ്മൾ പറഞ്ഞത്, നിങ്ങൾക്ക് മിഥുനക്കൂറുകാർക്ക് കർമാധിപനായ വ്യാഴം ജന്മത്തിൽ സഞ്ചരിക്കുന്ന കാലമാണ് 12 വർഷത്തിലൊരിക്കൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് കർമ്മപരമായിട്ടുള്ള പുരോഗതി, മംഗല്യ പുരോഗതി ഒക്കെ ഉണ്ടാകുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം മിഥുനക്കൂറുകാരുടെ കാര്യം പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകാം. അപ്പം ഇങ്ങനെ നിങ്ങൾ ഓരോരുത്തരും അടുത്ത നിങ്ങൾ കർക്കിടക കൂറുകാർക്ക് നിങ്ങളുടെ കർമാധിപതി എപ്പോഴും ചൊവ്വയായിരിക്കും. എഴുതി വെക്കുക, പേനായും പേപ്പറും എടുത്ത് എഴുതി വെക്കുക. ചൊവ്വ നിൽക്കുന്നത് ഇപ്പോൾ ധനസ്ഥാനത്താണ്. കർക്കിടക കൂറുകാർക്ക് തൊഴിലിന്റെ അധിപനായിട്ടുള്ള കർമാധിപനായിട്ടുള്ള ചൊവ്വ നിൽക്കുന്നത് ഇപ്പോൾ ധനസ്ഥാനത്താണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് നിങ്ങൾക്കിപ്പം കർക്കിടക കൂറുകാർക്ക് ധനപുരോഗതി ഉണ്ടാകുമെന്നും കർമ്മമേഖലയിൽ പുഷ്ടി ഉണ്ടാകുമെന്നും കർമ്മം കൊണ്ട് തൊഴിൽ ഗുണം ഉണ്ടാകുമെന്നും ഒക്കെ പറയുന്നതിന്റെ കാരണം ഇങ്ങനെ നോക്കിയിട്ടാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടിയിട്ട്. ഇനി നമുക്ക് അടുത്തത്, നിങ്ങൾ ആരാണ്? ചിങ്ങക്കൂറുകാർക്ക് എപ്പോഴും കർമാധിപൻ ആരായിരിക്കും? ശുക്രനായിരിക്കും. ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഉത്തരത്തെ മകം പൂരം ഉത്തരത്തെ കാലുകാർക്ക് എപ്പോഴും ആരായിരിക്കും കർമാധിപൻ? ശുക്രനെ പ്രീതിപ്പെടുത്തുന്നതിനുള്ള വഴിപാട് വെള്ളിയാഴ്ചകളിൽ നിങ്ങൾക്ക് ദേവീക്ഷേത്രത്തിൽ വെള്ളപ്പൂക്കൾ കൊണ്ടുള്ള പുഷ്പാഞ്ജലി പോലുള്ള വഴിപാടുകളൊക്കെ ചെയ്താൽ നിങ്ങൾക്ക് പുരോഗതിയായി. നിങ്ങൾ ഒരിക്കലും മാറാത്തൊരു കാര്യമാണ് പറയുന്നത്. അടുത്ത നിങ്ങൾക്ക് കന്നിക്കൂറുകാർക്ക് കർമാധിപൻ എപ്പോഴും ആരായിരിക്കും? ബുധനായിരിക്കും. ബുധൻ. അപ്പോൾ ബുധൻ ഏത് സ്ഥാനത്തിരിക്കുന്നു, ബുധന് ബലക്കുറവുണ്ടോ എന്നൊക്കെ ഉള്ളത് ജ്യോതിശാസ്ത്രപരമായിട്ട് ഞങ്ങൾ നോക്കിയെങ്കിലേ അറിയാനൊക്കത്തുള്ളൂ. നിങ്ങളെപ്പോൾ കർമാധിപൻ ബുധനാണെന്ന് മനസ്സിലാക്കുക. ബുധൻ എപ്പോഴും അവതാര വിഷ്ണുവായിട്ടുള്ള നരസിംഹസ്വാമി, പരശുരാമമൂർത്തി, വാമനമൂർത്തി, അതുപോലെ തന്നെ മഹാവിഷ്ണുവിൻ്റെ ഉപദേവനായിട്ടുള്ള അല്ലെങ്കിൽ അവതാരമൂർത്തിയായിട്ടുള്ള ശ്രീകൃഷ്ണസ്വാമിക്ക് പരശുരാമസ്വാമി ക്ഷേത്രത്തിലൊക്കെ വഴിപാടുകൾ നടത്തുകയൊക്കെ മാത്രം ലക്ഷ്മി നാരായണ പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കർമ്മ പുരോഗതി, ഐശ്വര്യം ഉണ്ടാകും എന്നുള്ളതാണ്. അടുത്തത് നിങ്ങൾക്ക് തുലാക്കൂറുകാർക്ക് എപ്പോഴും കർമാധിപൻ ആരായിരിക്കും? ചന്ദ്രനായിരിക്കും. ഒരിക്കലും മാറാൻ പോകുന്നില്ല. അപ്പൊ ചന്ദ്രൻ എവിടെയെങ്കിലും ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അപ്പൊ ചന്ദ്രനാണെന്ന് മനസ്സിലാക്കുക. ചന്ദ്രന് ദുർഗാദേവി ക്ഷേത്രത്തിൽ വഴിപാട് നടത്തുക. വെള്ളപ്പൂക്കൾ കൊണ്ട് തിങ്കളാഴ്ച ദിവസം വഴിപാട് നടത്തിയാൽ നിങ്ങൾക്ക് കർമ്മ പുരോഗതി ഉണ്ടാവും. നിങ്ങൾ ആരോ ആയിക്കോട്ടെ, നിങ്ങൾ പറയുക ഇന്നലെ എന്നെ ഒരാൾ ഗവൺമെന്റിൽ നിന്നും ഉന്നതമായിട്ടുള്ള ഒരു തൊഴിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളാണ്, അങ്ങനെ പറയുന്നുള്ളൂ. പേരോ നക്ഷത്രമോ ജോലിയോ പറയുന്നില്ല. ഒരു ഓഫീസറാണ് വിളിച്ചത്, എനിക്ക് പ്രൊമോഷൻ കിട്ടുന്നതിനെ കുറിച്ചൊന്ന് അറിയാനായിട്ട് വിളിച്ചതെന്ന് പറഞ്ഞിട്ട് എന്നെ വിളിച്ച് സംസാരിക്കുകയും കക്ഷിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ കക്ഷിയുടെ കർമാധിപൻ ഞാൻ നോക്കിയപ്പോൾ ഇതുപോലെ തന്നെയാണ്, ചന്ദ്രനാണ്. ചന്ദ്രൻ ഇദ്ദേഹം ജനിച്ച സമയത്ത് നീചഭാവത്തിലാണ് നിൽക്കുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഈ പറയുന്ന വീഡിയോ. അപ്പം ഇദ്ദേഹത്തിൻ്റെ ചന്ദ്രൻ നിൽക്കുന്നത് ഇവിടെയാണ്. എവിടെ? വൃശ്ചികക്കൂറിൽ നീചഭാവത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ കർമാധിപനായിട്ടുള്ള ഗ്രഹം നീചഭാവത്തിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിന് ഇദ്ദേഹത്തിന് പലവിധത്തിലുള്ള ദുരിതങ്ങളും ദോഷങ്ങളും പ്രയാസങ്ങളും അരിഷ്ടതകളൊക്കെയാണ് നിൽക്കുന്നത്. അങ്ങനെയാണ് നമ്മൾ ജ്യോതിഷത്തിൽ കണ്ടത്. അതുകൂടാതെ കർത്തവാവിൻ്റെ അടുത്തുള്ള ദിവസത്തിലാണ് ജനിച്ചിട്ടുള്ളത്. അടുത്തതായിട്ട് വൃശ്ചികക്കൂറുകാരന് കർമാധിപൻ എപ്പോഴും ആദിത്യനായിരിക്കും, സൂര്യനായിരിക്കും. അപ്പം നിങ്ങളുടെ സൂര്യൻ ദോഷസ്ഥാനത്ത് നിൽക്കുന്നെങ്കിൽ സൂര്യന് വേണ്ടിയിട്ടുള്ള വഴിപാടുകളും കാര്യങ്ങളും ചെയ്യുക. അടുത്തത് ധനുക്കൂറുകാർക്ക് എപ്പോഴും ബുധനായിരിക്കും. നേരത്തെ ബുധന് പറഞ്ഞിട്ടുള്ള അതേ വഴിപാട് നിങ്ങൾ ചെയ്യുക. മകരക്കൂറുകാർക്ക് ശുക്രനായിരിക്കും. കുംഭക്കൂറുകാർക്ക് ചൊവ്വയായിരിക്കും. മീനക്കൂറുകാർക്ക് എപ്പോഴും വ്യാഴമായിരിക്കും. മേടക്കൂറുകാർക്ക് എപ്പോഴും ശനിയായിരിക്കും. ശനി നേരത്തെ പറഞ്ഞു. അപ്പോൾ ആ ഒരു വീഡിയോ അല്ലാത്തത് കൊണ്ട് ഞാനത് സ്പീഡിൽ പറഞ്ഞു പോയതാണ്. അടുത്തതായിട്ട് നിങ്ങളുടെ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിൻ്റെ ഇടവക്കൂറുകാർ കർമ്മസ്ഥാനത്ത് നിൽക്കുന്ന രാഹുവിന് നേരത്തെ പറഞ്ഞിട്ടുള്ള വഴിപാടുകൾ, നാഗപ്രീതി വരുത്തുക, ഭാര്യ കുടുംബ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം ചെയ്യുക, ഭാര്യയുടെ പേരിൽ തന്നെ ഒരു ഗണപതി ഹോമമൊക്കെ ചെയ്ത് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ വളരെയധികം ഉത്തമമായിരിക്കും. അടുത്തതായിട്ട് മിഥുനം കൂറുകാർക്ക് ആദിത്യ വ്യാഴ ബുധയോഗം വരുന്നത് കൊണ്ട് ധനയോഗം, ഐശ്വര്യം, ഭാഗ്യം, അതുപോലെ തന്നെ ധനപുരോഗതി, കർമ്മപുരോഗതി, തൊഴിൽ പുരോഗതി, ഐശ്വര്യം എല്ലാം കൂടി ഒരുമിച്ച് വന്നു ചേരുന്ന ഒരു അഖണ്ഡ സാമ്രാജ്യ രാജയോഗം വന്ന് ഭവിച്ച് നിൽക്കുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് പ്രധാനമായിട്ടും നിങ്ങളുടെ ദോഷസ്ഥാനത്ത് ഭാഗ്യസ്ഥാനത്ത് രാഹു നിൽപ്പുണ്ടെന്നും കർമ്മസ്ഥാനത്ത് ശനി നിൽപ്പുണ്ടെന്നും 3ാം ഭാവം കുടുംബസ്ഥാനം സഹോദരസ്ഥാനത്ത് കേതു നിൽക്കുന്നതും ചൊവ്വ നിൽക്കുന്നതും കൊണ്ടും
നമുക്ക് സഹോദര സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും ചില പ്രതികൂല അവസ്ഥകൾ ഉണ്ടാകുന്നതിനും കർമ്മസ്ഥാനത്ത് ശനി നിൽക്കുന്നത് കൊണ്ട് ജോലി സംബന്ധമായിട്ടുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ തൊഴിലാളികളെ കൊണ്ടുള്ള ദുരിതങ്ങളൊക്കെ ചിലപ്പോൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. തൊഴിലാളികളിൽ നിന്നും നമ്മളൊരു വാർത്തയിലൊക്കെ കേട്ടിട്ടുണ്ടില്ല, തൊഴിലാളികൾ പണം മോഷ്ടിച്ചുകൊണ്ട് പോയി എന്നൊക്കെയുള്ള വാർത്തകൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അക്കിടിയൊക്കെ പറ്റാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. അപ്പോൾ തൊഴിൽ മേഖലയിലുള്ള ആൾക്കാരെ കൊണ്ട് ശ്രദ്ധ കൊടുക്കുക എന്നുള്ളതേ ഉള്ളൂ, വേറെ കാര്യമൊന്നുമില്ല. തൊഴിലാളികളെ മോശമാക്കി പറയുന്നതല്ല, അങ്ങനെയുള്ളവരും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് ശ്രദ്ധിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ഇപ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. അടുത്തതായിട്ട് കർക്കിടക കൂറുകാരുടെ കാര്യം പറയുന്നു. കർക്കിടക കൂറുകാർക്ക് നേരത്തെ നമ്മൾ ഒരുപാട് ഗുണഫലങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ചൊവ്വ എവിടെ നിൽക്കുന്നു? ധനസ്ഥാനത്ത് നിൽക്കുന്നു. നിങ്ങൾക്ക് നഷ്ടസ്ഥാനത്ത് ആദിത്യ വ്യാഴ ബുധയോഗമുണ്ട്. അതുകൊണ്ട് കുറച്ച് പ്രതികൂല അവസ്ഥയാണ് നിങ്ങൾക്ക് കാണുന്നത്. അതുകൂടാതെ അഷ്ടമത്തിൽ രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്, ഭാഗ്യസ്ഥാനത്ത് ശനിയുടെ സ്ഥിതിയുണ്ട്. അനുകൂലമായിട്ട് നിൽക്കുന്ന ശുക്രൻ കർമ്മസ്ഥാനത്ത് നിൽക്കുകയാണ്. നിങ്ങൾക്ക് കർമ്മം ഞങ്ങൾ എപ്പോഴും പറഞ്ഞു, കർക്കിടക കൂറുകാർക്ക് എപ്പോഴും ചൊവ്വയാണ് നിങ്ങൾക്ക് കർമാധിപതി. കർമ്മസ്ഥാനത്ത് ശുക്രനിൻ്റെ സ്ഥിതി ഉള്ളതുകൊണ്ട് അതുകൊണ്ട് അനുകൂല ഫലസ്ഥിതിയുണ്ട്. വ്യാഴം പ്രതികൂലത്തിൽ നിൽക്കുന്നതുകൊണ്ട് വിഷ്ണു പൂജ ചെയ്ത് പ്രാർത്ഥിക്കുക, ശിവഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. ധനസ്ഥാനത്ത് നിൽക്കുന്ന ചൊവ്വയുടെ ഗുണഫലം ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഇത് ചെയ്യുക, സുബ്രഹ്മണ്യ സ്വാമിക്കുള്ള വഴിപാടുകൾ ചെയ്യുക. അടുത്തതായിട്ട് നമ്മൾ ഇത് പറഞ്ഞു, മിഥുനം പറഞ്ഞു, മേടം പറഞ്ഞില്ലെന്ന് തോന്നുന്നു, മേടത്തിലോട്ട് പോകാം. നമുക്ക് കന്നിയിലേക്ക്. കന്നി കൂറുകാർക്ക് ഇപ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയം പറയുന്നത് നമുക്ക് ആദിത്യ വ്യാഴ ബുധയോഗം കർമ്മരാശിയിലാണ്. കർമ്മം തൊഴിൽ രാശിയിൽ 10ാം ഭാവത്തിലേക്കാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഈ ഫലസ്ഥിതി ഉണ്ടാകുന്നത്. എത്ര മോശമായിട്ട് കർമ്മസ്ഥിതി ഉള്ളവർക്കും ഇപ്പോൾ കർമ്മസ്ഥിതി വളരെയധികം അനുകൂലമായിട്ടായിരിക്കും ഇപ്പോൾ വരാൻ പോകുന്ന ഒരു സമയം. ഇതിനകത്ത് നമ്മൾ പറഞ്ഞു, നേരത്തെ പറഞ്ഞ പോലെ കാർത്തിക ഉത്രാടത്തിൽ വരുന്ന നിങ്ങളായിരിക്കും. ഇതിനകത്ത് ഉത്തരം വരുന്നുണ്ട്. ഉത്തരത്തിൽ മുക്കാലും അത്തം ചിത്തിര വരെ, അല്ലെങ്കിൽ ഉത്തരം നക്ഷത്രക്കാർക്ക് സ്ഥിതി ഇതുപോലെ ആയിരിക്കും. ഉത്തരം 13 വയസ്സ് വരെ ആദിത്യനും, 20 വയസ്സ് വരെ ചൊവ്വയും, 38 വയസ്സ് വരെ രാഹുവും, 54 വയസ്സ് വരെ വ്യാഴവും, 73 വയസ്സ് വരെ ശനിയുമായിരിക്കും. അപ്പോൾ അതുകൂടെ കണക്ക് കൂട്ടി വേണം നിങ്ങൾ അനുകൂല ഫലം പറയുമ്പോൾ മനസ്സിലാക്കാൻ. നിങ്ങളുടെ 6ാം ഭാവത്തിൽ രാഹു നിൽപ്പുണ്ടെന്നും 12ാം ഭാവത്തിൽ കേതു നിൽപ്പുണ്ടെന്നും മനസ്സിലാക്കുക. അത് രണ്ടും നിങ്ങൾക്ക് നല്ലതാണ്. പാപഗ്രഹങ്ങൾ 6ലും 12ലുമായിട്ട് മാറി നിൽക്കുന്നത് എപ്പോഴും കന്നിക്കൂറുകാർക്ക് കർമ്മപുരോഗതി ഉണ്ടാകുന്നതിനും തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതിനും അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്കായാലും വിദ്യാപുരോഗതി ഉണ്ടാകാനും പഠിക്കുന്നവർക്കായാലും എല്ലാം അനുകൂലമായിട്ടാണ് ഈ കന്നിക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാരുടെ ഫലസിദ്ധി ഗുണമായിട്ട് കാണുന്നത്. അടുത്തതായിട്ട് നമുക്ക് തുലാക്കൂറുകാരുടെ ഫലസിദ്ധി പറയുകയാണെങ്കിൽ തുലാക്കൂറുകാർക്ക് ഇപ്പോഴും അനുകൂല സ്ഥിതിയാണ് കാണുന്നത്. ജ്യോതിശാസ്ത്രപരമായിട്ട് ഇവർക്ക് പ്രതികൂലത്തിലായിരുന്നു വ്യാഴം നിന്നിരുന്നത്. അതിൻ്റെയും കൂടി ചേർത്തുള്ള ഫലസിദ്ധിയാണ് ഇപ്പോൾ വരാൻ പോകുന്നത്. അതായത് മഴ പെയ്യാതിരുന്നതിന് ശേഷം പേമാരി പെയ്യുന്ന പോലെ തന്നെ തുലാക്കൂറിൽ വരുന്ന വിശാഖത്തിൽ കാലും ചിത്തിരയരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്കും ചിത്തിരയരയും ചോദ്യം വിശാഖത്തിൽ മുക്കാലുകാർക്ക് ഭാഗ്യം 9. നിങ്ങളെപ്പോഴും അങ്ങനെ കണക്കൂട്ടിയേക്കണേ. നിങ്ങളുടെ ഭാഗ്യസ്ഥാനം 9ാം ഭാവം, 9ാം ഭാവത്തിൻ്റെ അധിപൻ ബുധൻ ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. നിങ്ങളുടെ ജാതകപ്രകാരം വ്യാഴം ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നു. നിങ്ങളുടെ 11ാം ഭാവാധിപൻ ലാഭസ്ഥാനത്ത് നിൽക്കുന്നു. അപ്പോൾ പൊതുവിൽ നേരത്തെ പറഞ്ഞ കണക്ക് പേമാരിയാണ്, അനുഗ്രഹത്തിൻ്റെ പേമാരി പെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളതിനെ അനുകൂലമാക്കി വരാതിരിക്കുന്നെങ്കിൽ ഈ ഒരു കാര്യം കൂടെ ശ്രദ്ധിച്ചു. നിങ്ങളൊരു ചിത്തിര നക്ഷത്രക്കാരനെന്ന് വിചാരിക്കുക, ചിത്തിര അരയിൽ വരുന്ന തുലാക്കാറുകാരനെന്ന് വിചാരിക്കുക. ചിത്തിര അരയും ചോദ്യം വിശാഖത്തിൽ മുക്കാല്. ചിത്തിര വരുന്ന നക്ഷത്രക്കാർക്ക് ചിത്തിര മകയിലും ചിത്തിര ആവട്ട നിങ്ങൾ ജനിക്കുന്ന ചൊവ്വാദശയിലായിരിക്കും ജനിക്കുന്നത്. ചൊവ്വാദശ നിങ്ങൾക്ക് 3 വയസ്സ് വരെ ചൊവ്വാദശയാണെങ്കിൽ 21 വയസ്സ് വരെ രാഹു കഴിഞ്ഞാൽ പിന്നെ വ്യാഴം 16 വർഷം, 37 വയസ്സ് വരെ വ്യാഴം 19, 9, 16, 56 വയസ്സ് വരെ ശനി, 73 വയസ്സ് വരെ ബുധൻ. അപ്പം അത് ഞാൻ പറഞ്ഞു തരാം, ചിലപ്പോൾ ഇവിടെ നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവത്തില്ല. നിങ്ങൾക്ക് 21 വയസ്സ് വരെ ഉള്ള ഒരാളാണെങ്കിൽ 3 വയസ്സ് മുതൽ 21 വയസ്സ് വരെയുള്ള ഒരാളാണ് നിങ്ങളിത് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ രാഹുവാണ്. രാഹുവിൻ്റെ സ്ഥിതി നോക്കണം. 21 വയസ്സ് മുതൽ 37 വയസ്സിന് മധ്യമുള്ളൊരു പുരുഷനാണ് അല്ലെങ്കിൽ സ്ത്രീയാണ് കേൾക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് വ്യാഴദശാകാലമാണ്. നിങ്ങൾ വ്യാഴ അനുകൂലത്തിലാണ് നിങ്ങൾക്ക് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാണത്തില്ല. നിങ്ങൾക്ക് പ്രതികൂലത്തിലാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കേട്ടുകൊണ്ടിരിക്കുന്ന ആളായിരിക്കും. അപ്പോൾ നിങ്ങൾ ഉറപ്പായിട്ടും വിഷ്ണു ഭഗവാന് വഴിപാട് ചെയ്യണം. അതിൻ്റെ കാരണം എപ്പോഴും ധനപുരോഗതി, ഐശ്വര്യവും അതുപോലെ തന്നെ സമ്പത്തും ഒരു തൊഴിലും എല്ലാം ഉള്ള ഒരാൾ നിരീശ്വരവാദത്തിലേക്ക് പോകുന്നതായിരിക്കുന്നതാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. എന്തായാലും 90% ആ രീതിയിലേ ചിന്തിക്കത്തുള്ളൂ. കാരണം എൻ്റെ കഴിവാണ് ഇതിൻ്റെ എല്ലാം കാരണം, ഞാനെന്ന വ്യക്തിയുടെ കഴിവാണെന്ന് ചിന്തിക്കുമെന്നാണ് ജ്യോതിശാസ്ത്രം പറയുന്നത്. കാരണം എല്ലാം മതിമറന്നു പോകും. കാരണം എല്ലാം ഉണ്ട്, സമ്പത്തുണ്ട്,
വീടുണ്ട്, കാറുണ്ട്, ഭാര്യയുണ്ട്, മക്കളുണ്ട്, എല്ലാം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യായിരിക്കും? ഞാനാണ് വലുത്, ഞാനാണ് ഇതെല്ലാം ചെയ്തത്. ലാസ്റ്റ് ഞാനൊന്നുമല്ല എന്ന് മനസ്സിലാവുന്ന ഒരു അവസരം വരുന്ന ഒരു സമയം പിന്നീട് അവർക്ക് ശനിദശാകാലം വരുമ്പോഴായിരിക്കും ഇരുന്ന് ചിന്തിക്കുന്നത്. അത് ഞാൻ ആരെയും വ്യക്തിപരമായി പറയുന്നതല്ല. അപ്പം നിങ്ങൾ ഈ കാര്യത്തിൽ 37 വയസ്സ് വരെയുള്ള ഒരു വ്യാഴം, 56 വയസ്സ് വരെയുള്ളവർക്ക് ശനി, 56 വയസ്സ് മുതൽ 73 വയസ്സ് വരെയുള്ളവർക്ക് വ്യാഴത്തിൻ്റെ സ്ഥിതി കൂടെ നോക്കിയിട്ട് വേണം നിങ്ങൾ ആരെന്ത് ചെയ്യാൻ. ഈ വരുന്ന തുലാക്കൂറുകാരുടെ അനുഭവ സ്ഥിതി കൂടി ഞാൻ പറഞ്ഞതിൽ ഒരു ഉദാഹരണം എടുത്ത് പറഞ്ഞതാണ്. അടുത്തതായിട്ട് നമ്മൾ പറയുന്നത് ധനുക്കൂറുകാരുടെ ഫലമാണ് പറയുന്നത്. ധനുക്കൂറുകാർക്ക് ഏറ്റവും അനുകൂലമായിട്ടുള്ള ഒരു സമയമാണ് ആദിത്യ വ്യാഴ ബുധയോഗം 7ാം ഭാവത്തിൽ. മംഗല്യം തരപ്പെട്ട് നിൽക്കാത്ത പുരുഷ യുവതി യുവാക്കൾക്ക് മംഗല്യ സംബന്ധമായിട്ടുള്ള ഗുണഫലങ്ങൾ, ധനയോഗങ്ങൾ, സന്താനങ്ങൾക്ക് ഗുണങ്ങൾ ഉണ്ടാകുന്ന ഗൃഹവാഹന യോഗങ്ങൾ, കർമ്മ പുരോഗതി, ഐശ്വര്യം എല്ലാം കൂടി ചേർന്ന് വരുന്ന മൂലം, പൂരാട, ഉത്രാടത്തിൽ കാലുകാർ ഇപ്പോൾ ഏറ്റവും അനുകൂലമായിട്ടുള്ള സമയമാണ്. നിങ്ങൾക്ക് പ്രതികൂലമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ പോകുന്നുണ്ടെങ്കിൽ നമുക്ക് മൂലം നക്ഷത്രക്കാരൻ കേതു ദശയിലായിരിക്കും ജനിക്കുന്നത്. പിന്നെ ശുക്രദശ 20 വർഷം, 23 വയസ്സ് വരെ ശുക്രൻ, 29 വയസ്സ് വരെ ആദിത്യൻ, 39 വയസ്സ് വരെ ചന്ദ്രൻ, 46 വയസ്സ് വരെ കേതു, 46 × 54 വയസ്സ് വരെ ഇദ്ദേഹത്തിന് രാഹു, 54 വയസ്സ് മുതൽ 73 വയസ്സ് വരെ ശനിയും കൂടെ ആയിരിക്കും. അപ്പോൾ അത് മനസ്സിലാക്കണം. അത് മൂലം പൂരാടം നക്ഷത്രക്കാരൻ അതിനകത്ത് വരുന്നെങ്കിൽ നിങ്ങൾക്ക് 8 വയസ്സ് വരെ ആയിരിക്കും ശുക്രൻ കഴിഞ്ഞാൽ പിന്നെ ആദിത്യൻ 14 വയസ്സ് വരെ ആദിത്യൻ, കേതു, ശുക്രൻ, ആദിത്യൻ, ചന്ദ്രൻ 24 വയസ്സ് വരെ ചന്ദ്രൻ, 31 വയസ്സ് വരെ ചൊവ്വ, രാഹു 18 വർഷം, 49 വയസ്സ് വരെ രാഹു വ്യാഴം, 66 വയസ്സ് വരെ വ്യാഴം. അപ്പം ധനുക്കൂറിൽ വരുന്നവർക്ക് കണ്ടകശനി ഉണ്ട്, അത് മനസ്സിലാക്കണം. 4ാം ഭാവത്തിലാണ് ശനിയുടെ സ്ഥിതി. അപ്പോൾ നീലാഞ്ജന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിച്ച് വഴിപാടുകൾ നടത്തുക. 3ാം ഭാവം കുടുംബസ്ഥാനത്ത് രാഹു, ഭാഗ്യസ്ഥാനത്ത് കേതു. ധനുക്കൂറുകാരൻ്റെ ഭാഗ്യസ്ഥാനത്ത് കേതുവും ചൊവ്വയും ഉണ്ട്. ചൊവ്വ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള ഗ്രഹമാണ്, പക്ഷേ കേതു നിങ്ങൾക്ക് പ്രതികൂല സ്ഥിതിയിൽ പോകുന്ന ഒരു ഗ്രഹമാണ്. അപ്പോൾ ഭാഗ്യസ്ഥാനത്തുള്ള തടസ്സങ്ങൾ മാറാനും, പിതാവിന് ദുരിതങ്ങൾ ഉണ്ടാകാനും, പിതാവിന് രോഗം ഉണ്ടാകാനും, പിതൃകുടുംബങ്ങളിൽ ദുരിതങ്ങൾ ഉണ്ടാകാനും, അല്ലെങ്കിൽ പിതൃകുടുംബത്തിൽപ്പെട്ടവരിൽ നിന്നും ശത്രുതാപരമായിട്ടുള്ള ദോഷങ്ങൾ അനുഭവിക്കേണ്ട ഒരു സമയമായതിനാൽ നിങ്ങൾ ഗണപതി ഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. അടുത്തായിട്ട് മകരക്കൂറുകാർക്ക് നേരത്തെ പറഞ്ഞതുപോലെ ശുക്രൻ 4ാം ഭാവം ഗൃഹം വാഹന സ്ഥാനത്ത് നിൽക്കുന്നു, കുടുംബസ്ഥാനം ശനി നിൽക്കുന്നു, നിങ്ങൾക്ക് ചൊവ്വ അഷ്ടമസ്ഥാനത്ത് നിൽക്കുന്നു, രാഹു ധനസ്ഥാനത്ത് നിൽക്കുന്നു, ശത്രുസ്ഥാനത്തും രോഗസ്ഥാനത്തും ആദിത്യൻ വ്യാഴ ബുധയോഗം നടക്കുന്നു. അപ്പം മകരക്കൂറുകാർക്ക് പ്രതികൂലമായിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ വിധത്തിലുള്ള കാര്യങ്ങളെ കൊണ്ടും പറയാനുള്ളത്. മകരക്കൂറുകാരിൽ വിഷമിക്കേണ്ട. നിങ്ങൾക്ക് ശുക്രൻ അനുകൂല സ്ഥാനത്താണ് പോകുന്നത്. അപ്പോൾ ശുക്രൻ അനുകൂല സ്ഥാനത്ത് പോകുന്നത് കൊണ്ട് നിങ്ങൾ ചെയ്യേണ്ട ഒരു ഗുണമായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രധാനമായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾ 2ാം ഭാവാധിപതിയും 3ാം ഭാവത്തിലേക്ക് മാറി നിൽക്കുകയാണ്. ശനി 3ാം ഭാവത്തിൽ നിൽക്കുന്നത് നമുക്ക് നല്ലതായിരിക്കും. പിന്നെ വരുന്ന ഒരു രാശിമാറ്റത്തെ കൊണ്ട് നിങ്ങൾക്ക് ഇനി വരാൻ പോകുന്ന മാസങ്ങളിൽ അനുകൂലമായിട്ടുള്ള ഭവനസിദ്ധി വരുന്നുണ്ട്. ഈ വർഷം തന്നെ ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഇച്ചിരി പ്രതികൂല സ്ഥാനമാണ്. ഈ പ്രതികൂല സ്ഥാനത്തിൻ്റെ അവസ്ഥ മാറാൻ അഷ്ടമത്തിൽ നിൽക്കുന്ന കേതുവിന് ഗണപതി ഭജനം ചെയ്യുക. വ്യാഴം 6ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്, വിഷ്ണു പൂജ ചെയ്യുക. അഷ്ടമാധിപനായിട്ടുള്ള വ്യാഴം വന്നിട്ട് 6ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നുണ്ട്, ശിവഭജനം ചെയ്ത് പ്രാർത്ഥിക്കുക. ശുക്രനെ പ്രീതിപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്നുള്ളതാണ് മകരക്കൂറുകാർക്ക് ദോഷസ്ഥിതി പറയുന്നത്. അടുത്തായിട്ട് മീനക്കൂറുകാരുടെ കഴിഞ്ഞിട്ട് മേടവും കൂടെ കഴിഞ്ഞാൽ എല്ലാവരുടെയും പറഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മീനക്കൂറുകാർക്ക് നിലവിൽ കണ്ടകശനി, 7ര കണ്ടകശനി, അഷ്ടമശനിയും കൂടി ഒരുപോലെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പക്ഷെ നിങ്ങളുടെ ജാതകത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ശുക്രദശാകാലമാണെങ്കിലോ അല്ലെങ്കിൽ ആദിത്യ ദശാകാലമാണെങ്കിലോ ചന്ദ്രദശാകാലമാണെങ്കിലോ നിങ്ങൾക്ക് ഈ പറയുന്ന ദോഷഫലങ്ങളുടെ സ്ഥിതിയും കൂടെ അതുകൂടെ വെച്ച് വേണം അതിൻ്റെ ഫലസിദ്ധി മനസ്സിലാക്കാൻ. നിങ്ങളിപ്പം രേവതി നക്ഷത്രത്തിൽപ്പെട്ട ഒരാളാണെന്ന് വിചാരിക്കുക. രേവതി ഈ നക്ഷത്രക്കാരൻ ജനിക്കുന്നത് ബുധൻ്റെ ദശയിലായിരിക്കും ജനിക്കുന്നത്. ബുധൻ കഴിഞ്ഞ് കേതു കഴിഞ്ഞ് ശുക്രനായിരിക്കും അയാൾക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ശുക്രൻ വലിയ ബലവാനായിട്ടുള്ള സമയമാണെങ്കിൽ ഇദ്ദേഹത്തിന് യാതൊരു കണ്ടകശനിയും ബാധിക്കത്തില്ല. രണ്ടാമത് ഇദ്ദേഹം തുലാ ലഗ്നക്കാരനോ ഇടവ ലഗ്നക്കാരനോ കൂടെ ആണെന്നും കൂടെ വിചാരിച്ചു. കണ്ടകശനി എന്ന് പറഞ്ഞ സംഭവം ഇയാൾ ഓർക്കത്ത് പോലില്ല. ആൾക്കാർ ശനിദോഷം എന്നും പറഞ്ഞ് തേങ്ങ പൊട്ടിക്കാൻ പോകുമ്പോൾ രേവതി നക്ഷത്രക്കാരൻ പറയും നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലയെന്ന് ചോദിക്കും. കാരണം ഇയാൾക്ക് ശനിദോഷം ഇല്ലല്ലോ. അപ്പം ശനിദോഷം ബാധിക്കാത്ത ലഗ്നക്കാരാണ് എപ്പോഴും ഇടവൻ ലഗ്നക്കാരും തുലാ ലഗ്നക്കാരും എപ്പോഴും ശനിയുടെ ദോഷം ബാധിക്കാത്ത ഗ്രഹമാണ്. അപ്പം ഗ്രഹമല്ല, നക്ഷത്രക്കാരാണ്. അതുപോലെ തന്നെ മകര നക്ഷത്രത്തിൽ മകരക്കൂറിൽ വരുന്നവരും കുംഭക്കൂറിൽ വരുന്നവരും ശനിയുടെ ദോഷം വലുതായിട്ട് ബാധിക്കാത്തൊരു നക്ഷത്രക്കാരാണ്. അപ്പോൾ രേവതി നക്ഷത്രക്കാരനാണെങ്കിലും ഇദ്ദേഹത്തിന് കണ്ടകശനി ഉണ്ടെങ്കിലും ഈ ലഗ്നങ്ങളിലാണ് ഈ കക്ഷി വന്നിട്ടുള്ളെങ്കിൽ ഇദ്ദേഹത്തിന് വളരെയധികം
അനുകൂലമായിട്ടുള്ള ഒരു സമയഫലസ്ഥിതി വരും. അല്ലെങ്കിൽ നിങ്ങൾ നീലാഞ്ജന വിളക്ക് കത്തിക്കുകയും ഹനുമാൻ സ്വാമിക്ക് വഴിപാടുകൾ നടത്തുകയും ചെയ്യണം. ധനസ്ഥാനത്ത് ശുക്രനുണ്ട്, ഗൃഹവാഹന സ്ഥാനത്ത് ആദിത്യ വ്യാഴ ബുധയോഗമുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾക്ക് 6ാം ഭാവത്തിൽ കേതുവിൻ്റെ രോഗസ്ഥാനത്തും ശത്രുസ്ഥാനത്തും കേതുവിൻ്റെ സ്ഥിതിയുണ്ട്. ശത്രുദോഷങ്ങൾ, കർമ്മപരമായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇച്ചിരി പ്രശ്നങ്ങൾ. 12ൽ രാഹു നിൽക്കുന്നുണ്ട്. ധനനഷ്ടങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മേടക്കൂറുകാർക്ക് നമുക്ക് അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് നിലവിൽ ശുക്രന്റെ സ്ഥിതി ഇവിടെ ഉണ്ട്. ശുക്രൻ ഈ വരുന്ന മെയ് മാസം 29ാം തീയതി വരെ അവിടെ തന്നെ ഉണ്ടാകും. അത് വളരെയധികം ഗുണഫലമാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അത് കഴിഞ്ഞാൽ ബുധന്റെ സ്ഥിതി വരുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ നിലവിൽ ഈ സ്ഥാനത്താണ്. 3ാം ഭാവത്തിൽ ആദിത്യ വ്യാഴ യോഗമുണ്ട്. അപ്പം 3ാം ഭാവം എന്ന് പറയുന്നത് അത്ര ഗുണപരമായിട്ടുള്ള സ്ഥാനമല്ല എങ്കിൽ പോലും ധനസ്ഥാനത്തുനിന്ന് വ്യാഴത്തിന്റെ സ്ഥിതി മാറിയിട്ടുണ്ട്. ശുക്രന്റെ സ്ഥിതി വളരെയധികം ഗുണപരമാണ്. ലാഭാധിപൻ 12ൽ നിൽപ്പുണ്ട്, അതും കുറച്ച് പ്രതികൂലമാണ്. അപ്പം പ്രധാനമായിട്ടും നീലാഞ്ജന വിളക്ക് കത്തിച്ച് പ്രാർത്ഥിക്കുകയും വഴിപാടുകൾ നേരുകയും ഒക്കെ ചെയ്യണം. അശ്വതി ഭരണി കാർത്തിക കാലുകാർക്ക് ഗുണദോഷ സമ്മിശ്ര ഫലം കൂടെ അനുഭവിക്കേണ്ടതായിട്ട് വരുന്നൊരു സമയമായിട്ടാണ് കാണുന്നത്. അപ്പോൾ എല്ലാവരുടെയും ഈ മാസത്തെ ഫലസിദ്ധി പറഞ്ഞു എന്നാണ് വിശ്വസിക്കുന്നത്. ആരുടെയെങ്കിലും ഫലസിദ്ധി പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളിത് മുഴുവൻ കണ്ടിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഉടനെ തന്നെ തിരിച്ചു കാണാം. നന്ദി, നമസ്കാരം.